ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് കർത്താവ് യേശുവിന്റെ നാമത്തിൽ മുറുവസിയാന്തിരി അന്യഭാഷാ വരമില്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ച് അന്യഭാഷാ വരം നാവിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് തുറന്നു വരുവാൻ അന്യഭാഷാ വരമില്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചു. അന്യഭാഷാ വരങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിന്റെ മേൽ തരും. ഈ കൂട്ടത്തിൽ ആ ഭാഷകളെ പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചോണേ. റമസുറ്റമഹസിയാന്തിരി ഹമ ഷഖാറിയാന്തിരി അർത്ഥന റമസിയാന്തിരി ഹമസിയാന്തിരി അർത്ഥനോ റീഖ മനാസിയാന്തിരി. യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ചു. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ വേദനകൾ വിട്ട് മാറട്ടെ. രോഗശക്തികൾ, രോഗത്തിന്റെ ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ആ ശരീരങ്ങൾ വിട്ട് മാറിപ്പോകുവാൻ കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും കൽപ്പിച്ചു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് എന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരുന്നതിൽ ഈ നിമിഷം ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തടസ്സങ്ങൾ നീങ്ങുവാണ് യേശുവിന്റെ നാമത്തിൽ. അർബിന റാത്തു ഷിബേഖന റാസ ടെരേമി ലഷു റബേനിയ റസൂറ ഹസന റിയാന്ദിരി റാക്കു സെഖേറ്റ മഷോറിയാൻ തിരിഗമ സഖൂറിയ ലബ ഷാല റാഥെ റിഹുസ റകതിരിഗമ സിയാന്ദിരി റോറ വസിയാന്ദിരി ഹുഷബറ ഹുഡതിരിഗമന സ്വറഹ ടെരിയ ജന റബാന റാസ ടെബെ ഷെബെ രാമ സാറഹു റാഖു സെഖേനിയ റബേനിയ ലദൂഷിയാൻ തിരിഗമ സൗഖാറബ. പരിശുദ്ധാത്മാവേ, അഗ്നിക്കായി സ്തുതിക്കുന്നവ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം, നുഖങ്ങളെ ഉടയ്ക്കുന്ന ദൈവാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം ഇപ്പോൾ തന്നെ സംഭവിക്കുന്നല്ലോ. ഓ ജീസസ്. Siandiri o shakala baraka zaraga dusha ragaderi o rabe hese teme shebiri anduro rako sakatara maskarandiri arago dosharaga thiria rabana hudada hashbaraga siandiri rake o rikamana hudaderi kemana shabana hudaderi ke maskori andiriya shakara barkaza ragathiriya mazora khatiriya amdiri robo siantiri husha brakatiriya shaba raga zakatiriya morosi andiri ramana hastana rika mazakato riyam rosa talariandiri raha sahasha bahasake teria rohushya mahazya teria masiandiri. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. വീരി ബശന്തഹസ്യാന്തിരി ഹമോസിയാരഗദി കനാരഹ സറാഠിരി ഹശറാന്തിരി. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നന്ദി കർത്താവേ. ഈ പ്രാർത്ഥനയുടെ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തെ ഞങ്ങളുടെ നടുവിലേക്ക് അയക്കുന്നല്ലപ്പാ. അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങളുടെ അകത്തേക്ക് അയക്കുന്നല്ലപ്പാ. സകലത്തെയും വെട്ടി നിരപ്പാക്കി കർത്താവ് ഒരു അത്ഭുതകരമായ ഡെലിവറൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കും. ഓ സൈറ്ററോ രാമ ഹറോഷലെ വെരിയ റഗോസിയാരഗദി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതങ്ങൾ. ഓ ജീസസ്. ഓ റഹസത ബറകസിയാന്തിരിമ റഹസതു റിമകെലാദിയാന്തിരി ജിയമ റാട്ടോ ദിയാസനാരിയാന്തിരി Zaro Shibakaragadegimana, Roborian Tidigama Sokorian Tere, Reba Rasa Ratiri. ഒരു ശാലിനി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കുന്നതായിട്ട് പറഞ്ഞു. ശാലിനി എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു സ്വസ്ഥതയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു. ശാലിനിയുടെ ഭവനം പറഞ്ഞു. സ്തോത്രം. ശാലിനി എന്ന് പറഞ്ഞൊരു മോളെ ഞാനിപ്പോ വിളിച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അപ്പോഴവർക്ക് യൂട്യൂബിൽ ഇത് കയറാൻ പോലും നെറ്റ് ഇല്ല ബ്രദറെ. വല്ലാത്തൊരു അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും അവര്. ഞാൻ പറഞ്ഞു മോളെ, ഞാൻ ലിങ്ക് ഇട്ടുതരാം, പക്ഷെ എനിക്ക് സ്റ്റേജിൽ കയറാൻ ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞു ബ്രദറെ. ദൈവത്തിന്റെ അത്ഭുതത്തിന് നന്ദി കർത്താവേ. മകളെ കർത്താവ് തൊട്ട് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. റീഭാരാബ ശംദഹസിയാന്തിരി റമോഹുറഭേന റാസ ടെരേമ ശലാന്തിരിയ റഹൂസ ടെമേഷി. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ. സോറോഹു ശമഹസ്യാറഗതേരിയ. എല്ലാവരും പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ. ലുമുറോസിയാൻ ടെരിമ. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം. പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഈ ബെനഡിക്ട് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്ന ബെനഡിക്ട് എന്ന് പറഞ്ഞ വ്യക്തി, ബെനഡിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വഴികളെ ദൈവം തുറക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ബെനഡിക്റ്റിന്റെ ഭവനം ഇന്ന് ആ ഭവനവുമായിട്ട് കണക്ട് ചെയ്ത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വലിയൊരു പ്രവൃത്തിയെ ദൈവം ഇന്ന് അവിടെ അയക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റബ ശംദ റീക മസാകോ റിയാം തെരിക മസഖാരമന റിയാന്തിരി. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളെ പാസ്റ്ററുടെ മകനാണ് ബെനഡിക്ട്. ബെനഡിക്ട് വേറെ ആരെങ്കിലും? ആമേൻ. വേറെ ആരെങ്കിലും ബെനഡിക്റ്റുമായിട്ട് കുടുംബം ബന്ധമുള്ളതുകൊണ്ടോ ഇല്ലെങ്കിൽ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്? ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് കർത്താവ് ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് അത്ഭുതകരമായ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് ഈ സമയത്ത് രോഗികളായി പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ കൈവച്ചുകൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരുന്നോണം. ഇതിന്റെ ഇടയ്ക്ക് സൗഖ്യങ്ങൾ നടക്കുന്നവര്, സൗഖ്യങ്ങൾ അനുഭവിക്കുന്നവർ ശ്രദ്ധിച്ചു. വലിയ സൗഖ്യങ്ങൾ നടക്കും. വലിയ അത്ഭുതകരമായ ആരോഗ്യത്തെ കർത്താവ് നിങ്ങളുടെ മേലേക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിനിടയ്ക്ക് അതിന്റെ ഇടയിൽ സാക്ഷ്യം പറയാനുള്ളവരും പറഞ്ഞോണം. ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞോണം. കാര്യം ആ സാക്ഷ്യം മറ്റൊരു വ്യക്തിക്ക് ഒരു അത്ഭുതത്തിന്റെ വാതിലാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹോറബ ശംദിരി റമോ സഖേന റഥേരിയ ഷമേരിയ റാഥു ഷെക്കേന റാഥു റുഡോനിയ റൈസ ടെലേമിനിയ ശഖറ സഖന റഥന സഖറ്റ റിമാനിയ റോസേ ചോഷ് ബെനാറഗൽ ബെനാരഗൻദിരിയ റാഥു ഷെക്കേന റാന്തിരിയാം സഖേരിയാം ദിരി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ഞാൻ അമ്പിളി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതിൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന വീടിന്റെ പുറകു വശത്തായിട്ടൊരു കപ്പളത്തിന്റെ മരം, അതായത് പപ്പായ എന്ന് പറഞ്ഞ കപ്പളത്തിന്റെ ഒരു മരം നിൽക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. അതിന്റെ പിൻവശത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ തന്നെ ആ കുടുംബത്തിന്റെ മേലേക്ക് കർത്താവിന്റെ അമ്പിളി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭവനത്തിന്റെ മേലേക്ക് ഒരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് കർത്താവ് ഞാൻ കാണുന്ന ഒരു കാഴ്ച, അതിന്റെ വീടിന്റെ ആ അടുക്കളയുടെ പുറകുവശത്തോട്ട് ആ വ്യക്തി ഇറങ്ങുന്നതും അതിന്റെ വലതുവശത്ത്, ആ അടുക്കളയുടെ പുറകിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുവശത്തായിട്ട് 2 നിലയുള്ളൊരു വീട്, മതിൽക്കെട്ടും ഒക്കെ ഉള്ളൊരു ഭവനവും കൂടെ ഞാൻ ആ ഒരു വ്യക്തിയുടെ ഭവനവുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അടയാളമാണ്. ആ വ്യക്തി എപ്പോഴും ഓർത്തോണം, അടയാളം ശ്രദ്ധിക്കണമേ. ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട അടയാളം വെളിപ്പെടുത്തുവാണ്. ഈ അടയാളം ഉള്ള ഭവനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇന്ന് ആ ഭവനത്തിന്റെ അകത്തുനിന്നും അനർത്ഥങ്ങൾ വിട്ടൊഴിയുന്നു എന്നൊരു വാക്ക് ഞാൻ കേൾക്കുവാണ്. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. എന്റെ പേര് അമ്പിളി എന്നാണ്. ഈ പറഞ്ഞ പോലെയാണ് പേര്. ഇതുപോലെയൊക്കെ ഉണ്ട്. പുറകില് 2 നില വീട്, ഈ ബാക്കിലോട്ട് ഇറങ്ങുമ്പോ കപ്പളത്തിന്റെ പപ്പങ്ങ പപ്പായ എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ. ഓരോ നാട്ടിലും ഓരോ പേര്. ഉണ്ട് സിസ്റ്റർ ഇന്ന് ആ ഭവനത്തിന്റെ അകത്തുനിന്ന് പക്ഷെ ഇട്ടേക്കുന്ന പേര് സിസ്റ്റർ ധന്യ എന്നാണല്ലോ, അമ്പിളി എന്നുള്ളത്. ഡയാന. ആ പേരും ഉണ്ട്. ഓക്കെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഇന്ന് ആ ഭവനത്തിന്റെ മേൽ അനർത്ഥങ്ങളെ വിട്ടു ഒഴിയുന്നു എന്ന് കർത്താവിനോട് കാണിക്കുന്നു. ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ സ്വസ്ഥതയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഉള്ളത്തെ കർത്താവ് ഒരു അടയാളം, ദൈവത്താൽ ഒരു വ്യക്തിയെ കർത്താവ് ആ ഭവനവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനിങ്ങനെ കേൾക്കുകയാണ്, ബിജു എന്ന് പറയുന്ന ഒരു പേര് കർത്താവിന്റെ നാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ വ്യക്തിയെ ഭവനത്തിലേക്ക് അയക്കുന്നതായിട്ടൊരു കാഴ്ച ഞാൻ കാണും. അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഇന്ന് ഏറ്റെടുക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷ വരമില്ലാത്തവർ ഈ കൂട്ടത്തിൽ ചേർന്നു. നിങ്ങളുടെ മേലേക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയുടെ നിറവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോസ്തലന്മാർ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരംഭിച്ചതാണ് വിശ്വാസ ജീവിതം. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ഏറ്റവും വലിയ എനർജി അന്യഭാഷ വരത്തിലൂടെ ആത്മാവിന്റെ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നി കത്തുന്നു ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ.
Shakaraba. Jesus Christ, Jesus Christ. Roseteri Mashanteri Amdiri, Roshalabarahasyandiri, Shimana Ralkara, Zoro Shaba Karama Karasiandiri, Ridi Borelkina, Raitinia, Ratata Shiamdiri, Zori Te Sakatataraka, Zofra Tedi Bidi Barabaraba Sharakasiandiri, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ അഗ്നി കത്തുന്നല്ലോ. ഓ റഭാറമ ശലാഭരഹ സറാഠിരിയ റോഷിബന ഹടദിരിക മനസ്സഖാരമന്ദിരിയ റോഹോ ബ്രാഖി നാസെ ഠേരെ ശബാല ഹസ്തന ഓ റബാഖ റമഖിന സ്വകീലിയ മോറി കിബന ശംഹസ്യാന്ധിരി ഹുസാരഗദേരിയ. ഈ സമയത്ത് തന്നെ ഭാഷ വരവില്ലാത്തവരും ഒക്കെ സ്വീകരിച്ചോണം. നിങ്ങളുടെ നാവിന്മേൽ ഭാഷാ വരങ്ങളെ ദൈവം ചെയ്യും. ഇതിന്റെ കൂടെ തന്നെ കർത്താവ് പറയുന്നു, റോഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയും കൂടെ ആ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുവാണ്. റോഷന്റെ ഭവനത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ എടുത്ത് കാണിക്കുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ റോഷന്റെ ഭവനത്തിൽ ഏറ്റെടുത്തോണേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ തന്നെ നിങ്ങൾ ലൈവിൽ കാണുന്ന വ്യക്തികൾ ഇതിലൂടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കവിടെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഭവനത്തിന്റെ അകത്ത് സ്വാതന്ത്ര്യമുള്ളവരെങ്കിൽ ഇതിലൂടെ സൂമിലേക്ക് പ്രവേശിക്കാം. ഇല്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ അകത്ത് റോഷനുമായിട്ട് എന്റെ മോനാണ് റോഷൻ. ഞാൻ സെപ്റ്റംബറിൽ സെപ്റ്റംബർ ജനിച്ചല്ലേ? ഓ, രണ്ടടയാളമാണ് കർത്താവിനെ കാണിച്ച. റോഷന്റെ ഭവനത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച വ്യക്തിയെ കൂടെ ചേർത്ത് ദൈവം ഒരു ഡെലിവറൻസിലേക്ക് ഇന്ന് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സിസ്റ്റർ, ഞാൻ രണ്ട് വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് നിറവേറാൻ. ഒന്ന്, മിഡിൽ ഈസ്റ്റ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി കുടുംബത്തിന് ദൈവം ഒരാൾ ഒരുക്കും. രണ്ട്, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേപ്പർ നിങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ വെളിപ്പെടുന്നതായിട്ട് ഞാൻ കാണുവാണ്. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സന്തോഷ വാർത്തകളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ നന്മയായി തീരട്ടെ. സ്വീകരിച്ചു. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ റബഹസറമസിയാന്തിരി. എല്ലാവരും പ്രാർത്ഥിച്ചു. റാസ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷ വരവില്ലാത്തവർ, അന്യഭാഷ വരവില്ലാത്തവർ എന്നെ കേട്ടെ. നിങ്ങൾ ഈ കൂട്ടത്തിൽ അന്യഭാഷ നിങ്ങളുടെ ഉള്ളത്തിൽ അങ്ങ് വരുന്നത് റിലീസ് ചെയ്തോണം. എന്നിട്ട് പ്രാർത്ഥിച്ച് അങ്ങ് കേറിക്കോണം. റാമസാചരമസിയാന്തിരി റോഷാഠർ അററ Roshima Kadadiga Mahaziandiri, Lemonorika Manaka Masa Tere Bederia, Lavoshia and Beria, Orama Kama Casa Tere Benderia, Rato Roto, Nena Santara, Nana Siande Deria, Tereria, O Braki Pere, Bene Shenderia, Astana, Banasia and Derime, Lemena Hurasia Peria, Shiala Banasia Toshia, Rote Bere Hazako, Rabina Hazana Rianteri, Shema Huda Baraki Basokara Tiririba. Lord Jesus Christ, യേശുവിന്റെ നാമത്തിൽ നെഫ്രോ ടെബാഹസ ടോബോരിയാന്തിരി ഉറക്കി പാഷലി മേഹസാറോ നഹൂഡ ബഹസിയാന്തിരി. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നപ്പോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഊഡഭര ശമഹട ദഹസിയാന്തിരി. അസാധാരണമായ ഡെലിവറൻസുകൾ ഇപ്പോൾ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സോ വി ദേബേരിയ Zahu Shibahali, Raitamahu Sakana Riantiri, Rahasiantiri Mazoriandiri, Oeshwe, Rihashabala Hoda de Digamana, Ora Baba Shamahada de Digamana, Swakariandiri, അതുപോലെ തന്നെ എന്നോട് ഇതിൻ്റെ അകത്ത് ബിനു തോമസ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് കാണിച്ചിട്ടുണ്ട്. ബിനു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ബിനു തോമസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? കുടുംബത്തിന്റെ അകത്തു നിങ്ങളൊരു വാക്ക് ഞാൻ കേൾക്കുവാണ്. സകല മരണശക്തികളും ആ കുടുംബത്തിന്റെ അകത്തുനിന്ന് വിട്ടുമാറുന്നു. ബിനു തോമസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് സ്വീകരിച്ചോണേ. ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ആ ഭവനത്തിന്റെ അകത്തുനിന്ന് അനർത്ഥങ്ങൾ വിട്ടൊഴിയുന്നല്ലോ. ദൈവ പ്രവൃത്തികളെ
ശക്തികളെ കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലായിക്കോട്ടെ, സൂമിലാണെങ്കിൽ അത് ഏറ്റെടുത്തു, ലൈവിലാണെങ്കിൽ സ്വീകരിച്ചു. ആ കുടുംബത്തിന്റെ അകത്തുനിന്ന് അനർത്ഥങ്ങൾ വിട്ടൊഴിയുന്നു, മരണശക്തികൾ വിട്ടൊഴിയുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച, 2 മരണങ്ങൾ സംഭവിച്ച ഒരു ഭവനമാണ്. ആ ഭവനത്തിന്റെ മേലിന്നും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ സകല ശക്തികളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. വീടിന്റെ ഈ മുൻവശത്തായിട്ട് തന്നെ, മുൻവശം എന്ന് പറഞ്ഞാൽ വീടിന്റെ പുറത്തോട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് തന്നെ വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു. പക്ഷെ അത് 6 വർഷത്തിനുള്ളിൽ അത് വെട്ടി മാറ്റിയ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെട്ടി നീക്കി, ഒരു അടയാളമാണ് കർത്താവ് കാണിക്കുന്നത്. ആ പുളിമരം വീടിന്റെ മുൻവശത്തു നിന്നും വെട്ടി നീക്കി മാറ്റിയ ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ ഭവനവുമായിട്ടൊരു അടയാളം പോലെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനവുമായിട്ട് റിലേറ്റ് ചെയ്ത് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അതിശയകരമായ പ്രവൃത്തി ആ ഭവനത്തിന്റെ മേൽ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിന്റെ മേൽ കർത്താവെ, ഈ അടയാളം വെളിപ്പെട്ട ഭവനം, ഈ പുളിമരവോ വീടോ അല്ല വിഷയം, ഇതിന്റെ അകത്ത് കാണിച്ച ഒരു അടയാളമാണ്. ആ ഭവനവുമായിട്ട് റിലേറ്റ് ചെയ്തത് കർത്താവിന്റെ ഉള്ളത്തിൽ വാക്ക് പറഞ്ഞ സകല വെല്ലുവിളികളെയും ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഏത് വ്യക്തിയാണത് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണെ. ആ കുടുംബത്തിന്റെ അകത്ത് മുഴുവൻ വാതിലുകളെയും അടച്ചു വെച്ച് മുന്നോട്ടൊരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ കഴിയാത്ത രീതിയിൽ ബ്ലോക്കായി നിൽക്കുന്ന മേഖലകളെ യേശുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹാലേലൂയ. പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ റൈറ്റ് സൈഡിൽ ഇറങ്ങുമ്പോ റൈറ്റ് സൈഡിൽ പുളിമരം, അത് മറ്റേ ഇരുമ്പം പുളിയുടെ മരമായിരുന്നു, കുറെ പഴക്കമുള്ളതാ. ആ മരം ഉണ്ട്, അത് വെട്ടി പോയി. അപ്പൊ പോയിട്ട് ഇപ്പൊ ഒരു 2 കൊല്ലമായിട്ടുണ്ട്. 6 കൊല്ലത്തിന്റെ അകത്ത് സിസ്റ്റർ ഞാൻ കാണുന്നത്, 6 കൊല്ലത്തിന്റെ 2 കൊല്ലം വെട്ടിയിട്ട്. പക്ഷെ 6 കൊല്ലത്തിന്റെ അകത്താണ്. ബ്രദറെ, എന്റെ വീടിന്റെ വാതിക്കലായിരുന്നു റൈറ്റ് സൈഡില് വലിയ പുളിമരം, ഉടമ്പുളിയായിരുന്നു, വലിയ പുളിമരം. 6 കൊല്ലം ആയത് വെട്ടിയിട്ട്. അത് തന്നെ ഒരു എല്ലാവർക്കും അത് ആ പുളിമരം വെട്ടണോന്ന് നിർബന്ധിപ്പിച്ച് നമ്മളെ കൊണ്ട് വെട്ടിപ്പിച്ചതാണ് ആ പുളിമരം. ഇതേപോലെ തന്നെ എല്ലാവർക്കും അതാ ഞാൻ പറഞ്ഞ 6 കൊല്ലം എന്നൊരു കണക്കാ സിസ്റ്റർ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എടുത്ത് ഞാൻ കണ്ടോ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു, അതും വെട്ടി ഇതുപോലെ. എന്നാ എനിക്ക് കേട്ടെ, 6 കൊല്ലം ഒരേപോലെ ആലോചന ശ്രദ്ധിച്ചു നോക്കിയ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. തടസ്സമായി നിന്നതിനെ ദൈവം ഇതേപോലെ നീക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണോ ഇപ്പോൾ കടന്നുപോയ ഈ ഭവനം, ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ മേൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഈ മനുഷ്യൻ അകത്തോട്ട് കയറി വരുന്നതും വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതുമായിട്ടൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. സ്ഥിരമായി അവിടെ നിൽക്കാത്തൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ആ ഭക്തി ഏറ്റെടുത്തു. സകല വെല്ലുവിളികളെയും കർത്താവ് എടുത്തു മാറ്റാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ ഇങ്ങനെ സിസ്റ്റർ കേൾക്കോട്ടെ. ഇതാമേൻ പറഞ്ഞിട്ട് പോണ സിസ്റ്റർ ആ വാക്യം. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇതേപോലെ വെല്ലുവിളിച്ച് നിന്ന അവസ്ഥകൾക്കകത്തൊന്നും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ പലരും വെട്ടി നീക്കുക, പല കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് കുറെ നാളായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തു. ഒത്തിരി ഫോഴ്സ് ചെയ്ത് ഞങ്ങളൊരു കുടുംബം, വലിയ കുടുംബം, ഒരു പറമ്പില് രണ്ട് വീടാണ്. നമ്മള് 12 സെന്റില് വീട് വെച്ചതിന് ശേഷം നമ്മുടെ മറ്റു സഹോദരങ്ങളെല്ലാം അതിന്റെ കുടുംബ വീട് 2ാമത്തെ ചേട്ടൻ വന്ന് താമസിച്ച് ഭയങ്കര വെല്ലുവിളികളാ. സഹോദരങ്ങളായതുകൊണ്ട്
വെച്ചും പോയത് കൊണ്ട് ഇവിടുന്ന് മാറാനും പറ്റാത്ത അവസ്ഥയാ. അങ്ങനെ വല്ലാത്തൊരു വിമ്മിഷ്ടത്തിലാണ് നമ്മൾ. ദൈവം നിങ്ങളെ അനുകൂലമാക്കുക. വലിയ അടയാളമാണ് കർത്താവിനെ കാണിച്ചത്. ദൈവം നിങ്ങളെ അവർക്കൊരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോകട്ടോ. ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ. ഓ റബ ശംധന റമസ്യാന്തിരി. ആത്മമണ്ഡലങ്ങൾ തുറന്നവരുടെ ദൂതന്മാരുടെ സാന്നിധ്യം, ദൂതന്മാരുടെ സാന്നിധ്യം, ദൂതന്മാരുടെ സാന്നിധ്യം. റാസുഷിബാലഹരമസ്യാന്തിരി അർബിയ റമക സഠലാറിയാന്തിരി. അസാധാരണമായ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസുകൾ, സയൻസ് ആൻഡ് വണ്ടർ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവേ റുമന റൊമന സെന്ററ സെന്ററ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. റൂസറ്റ ബ്രാന്റിമ സോറ ഹസിയാന്തിരി രാമകല ബൂറ സിയാന്തിരി ശലാരിയാന്തിരി റാതു ശിബകട ദിരിഗമ സിയാന്തിരി. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ ജീസസ് ക്രൈസ്റ്റ്. റബഹസറ്റല ബറിയാന്തിരിഗമ സഖേരിയാന്തിരി റബശംതല മസാന്തിരിയാന്തിരി. അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിൽ സൗഖ്യങ്ങളായി, അത്ഭുതങ്ങളായി, ദൈവ പ്രവർത്തികളായി വ്യാപരിക്കുന്നപ്പോൾ റാഥുറമസ്യാന്തിരി ഉറബഹശന്തരമസ്യാന്തിരി റലഹുഷന്തരമസ്യാന്തിരിയ ശലാതിരിയ റോഷകമനഹടദകമസാരകതിരിയാന്തിരി. ഓ ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റോമഹസതരെ ബനഹുഷ ബനഗട തന റബസകിതരെ ബെരെ ഹുഷ ബിരി ഹസാനാരിയാന്തിരി ബോഖറബലഹ ശംബരഹസ്യാന്തിരിയ റബ ശബഹടദരിഗമ സഖോരിയാന്തിരി റിബിരി ഹുസാഫറഹ ശബ്രാന്തിരിയ മറോസിയാന്തിരി റബ ഹസതരിയ മശകലബരഹസ്യാന്തിരി ഓരിബിരി ഹുഡദരിഗമ സഖറബ ശന്തരം സാരഹതിരിയാന്തിരി. ഓ ജീസസ്. ഞാനൊരു കുടുംബത്തിന്റെ അകത്തൊരു അലമാരിക്കകത്ത് ചുവന്ന കളറിലെ ഒരു ഫയലിന്റെ അകത്ത് ആ കുടുംബത്തിന്റെ അകത്തുള്ള ഒരു പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അതിന്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. ഒരു അലമാരിയിൽ ചുവന്ന കളറിലെ ഫയൽ അതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ആ ഫയലിന്റെ അകത്ത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ചില സർട്ടിഫിക്കറ്റുകൾ അതിനകത്ത് കിടപ്പുണ്ട്. അതിന്റെ അകത്ത് 1, 2, 3, 4 എണ്ണം അടുപ്പിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അകത്ത് നിൽക്കുന്നത്. അതിന്റെ അകത്ത് 3ാമത്തെ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അത് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. അതേത് ഭവനത്തിന്റെ അകത്താണോ അതിരിക്കുന്നത്, ഓപ്പൺ ചെയ്യുക, കൈ എടുത്തു വെക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അത്ഭുത കരം ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ മകളുടെ ജീവിതത്തിന്റെ അകത്ത് ഇപ്പോൾ സംഭവിക്കാൻ വലിയൊരു ഡെലിവറൻസ് ഉണ്ടാകുക. ആ മകളുടെ ജീവിതത്തിന്റെ അകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇങ്ങനെയുള്ളത് കർത്താവ് വഴികൾ തുറന്നു വരാൻ വേണ്ടി പോവാ. വഴികൾ തുറന്നു വരാൻ പറയാൻ വേണ്ടിയാണോ? എന്റെ മകളുടെ സർട്ടിഫിക്കറ്റ്, എന്റെ മകളുടെ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ പോലെയാണോ സിസ്റ്റർ ഇരിക്കുന്നത് അവിടെ? അതെ അതെ. ഈ ചുവന്ന ഇതിനകത്ത് തന്നെയാണോ ഈ ഇരിക്കുന്ന പേപ്പർ? എന്ത് പേപ്പർ അത്? ഫോട്ടോ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് അവള് പഠിച്ചൊരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ്. ഈ പറഞ്ഞ പോലെ ഇരിക്കുവാണ് സർട്ടിഫിക്കറ്റ് എല്ലാം. ഇപ്പൊ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൈ എടുത്ത് വെച്ച വേഗത്തില് സിസ്റ്റർ, ഞങ്ങളിത് കാണാൻ വല്ല വഴിയുണ്ടോ? ഇന്ന് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട് പറയുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കർത്താവിന്റെ നാമത്തിൽ ആ കാലഘട്ടം കൂടെ കർത്താവിനെ കാണിക്കുക. ആ കാലഘട്ടത്തിൽ പ്രിയ മകളുടെ ഭാവിയെ അടയ്ക്കാൻ നോക്കിയ പിശാചിന്റെ മുഖങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വലിയൊരു ഡെലിവറൻസിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. അപ്പൊ കുടുംബം നന്മ കാണട്ടെ. ആ ദേശക്കാരുടെ നടുവിൽ, കുടുംബക്കാരുടെ നടുവിൽ ഒറ്റപ്പെട്ട് തഴയപ്പെട്ട് കർത്താവെ ഇന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന സകല വിധമാകുന്ന നിന്ദകളെയും യേശുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെടുക.
സ്വീകരിക്കപ്പെടുക. സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച ആലോചന ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ജീസസ് ക്രൈസ്റ്റ്. ഭാവി തുറക്കുക. ദൈവം എല്ലാം അറിയുന്ന കേട്ടോ. നിങ്ങൾ എത്ര അലമാരിക്കകത്ത് വെച്ച് പൂട്ടി വെച്ചാൽ ദൈവം എത്രത്തോളം അറിയുന്ന കർത്താവ്. അതിന്റെ കളർ പോലും പരിശുദ്ധാത്മാവിന് മറവല്ല. എല്ലാവരും പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ലൈവിൽ കാണുന്നവർ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് സാഹചര്യമുള്ളവരെല്ലാം കയറിക്കൂ. എന്നിട്ട് പ്രതികരിക്കാൻ കഴിയുന്നവരെല്ലാം പ്രതികരിച്ചോണേ. യേശുവിന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കയറ്റി. ഇടത് കൈയുടെ കൈത്തണ്ടയിൽ വേദനകൾ അനുഭവിക്കുന്നവര് ഇന്ന് ഇതിൻ്റെ അകത്ത് കേൾക്കുന്നുണ്ട്. ഇടത് കൈയുടെ കൈത്തണ്ടയിൽ വേദന അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടോ? ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ മരവിപ്പ് പോലെയും വേദനകൾ പോലെയും ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കുക. കൈയെടുത്ത് വെച്ചു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ചു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് അനോയിന്റിങ്, അത്ഭുതകരമായ സൗഖ്യം. അത്ഭുതം. അതേപോലെ തന്നെ രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇന്ന് കർത്താവ് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. ഞാൻ ഈ 19:31 എന്ന് പറയുന്ന ഒരു ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെക്ക് ബുക്കാണോ അതോ പാസ്ബുക്ക് ആണോ അറിയത്തില്ല. 19:31 എന്നൊരു സംഖ്യ അതിൻ്റെ അകത്തുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ 19:30 പ്രത്യേക ഒരു ലൈൻ, ആ എഴുത്തിനൊരു പ്രത്യേകതയുണ്ട്. കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ എഴുത്തിൽ എന്തോ ഒരു സാധാരണ നമ്മൾ എഴുതുന്നതിനേക്കാൾ ഒരു ഷേപ്പ് വ്യത്യാസം ആ എഴുത്തിനുണ്ടാക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് ആരാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നോർമൽ എഴുത്തല്ല കർത്താവിൻ്റെ. അത് ചെക്ക് ബുക്കിലൊക്കെ നമ്മൾ സാധാരണ ചെക്ക് ബുക്കിലാണ് അങ്ങനെയൊക്കെ സാധാരണ നമുക്കൊരു നോർമൽ എഴുത്തല്ല അങ്ങനെ വരുന്നത്. ചെക്ക് പ്രത്യേകിച്ച് ഈ ഒരു പൊട്ടൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു എന്താ പറയുക, ആ 9-ന് വ്യത്യാസം കാണും അതിന്. അതേപോലെ 19:31 എന്നൊരു നമ്പർ അതിൽ കാണുന്നുകൊണ്ടിരിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു അക്കൗണ്ട് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വലിയൊരു സാമ്പത്തിക കുരുക്ക് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. സാമ്പത്തിക കുരുക്ക് അനുഭവിക്കുന്നത്. ബാക്കി എല്ലാവരും മയക്കി മുട്ടിയത്. നിങ്ങൾ പറഞ്ഞില്ലേ, ഈ ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചിരിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്ക് മെസ്സേജുകൾ വന്നോണ്ടിരിക്കും. യൂട്യൂബിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുക സിസ്റ്റർ. എനിക്കൊന്ന് ഒരെണ്ണം കട്ടായിട്ടുണ്ട്. നമ്മുടെ 2 യൂട്യൂബ് ചാനൽ ഒരെണ്ണം എനിക്ക് വന്നത് അത് റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരെണ്ണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമതുണ്ട് സിസ്റ്റർ, ട്രൂ ലൈറ്റ് ജനറേഷൻ മിനിസ്ട്രി എന്നുള്ളതുണ്ട്, അല്ലെങ്കിൽ ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള പേജിൽ കാണും. 2 യൂട്യൂബ് ചാനലിൽ ഒരേപോലെ പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ എനിക്ക് വന്ന് ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം തുടങ്ങിയപ്പോഴൊരു ഇതുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റേ 2 നടക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ നടക്കുന്നുണ്ട് ലൈവ്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു എന്തോ നേരത്തെ ശാലിനി എന്ന് പറഞ്ഞ പേര് പ്രാർത്ഥിച്ചില്ലേ, അത് ഞാനായിരുന്നു. ശാലിനി എന്നുള്ള തുടക്കത്തിൽ സഹോദരി വിളിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞല്ലേ? ഓ സിസ്റ്ററെ, കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് നിങ്ങളെ വലിയൊരു വിടുതലിലേക്ക് കൊണ്ടുവരിക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ. യേശു എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഞാനിപ്പോ നമ്മുടെ ഒരെണ്ണം ഒന്ന് കട്ടായി നിൽക്കുവാണ് യൂട്യൂബ്. ഒരെണ്ണം ഒന്ന് റെഡി ആയിക്കോട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. റോഷറബൻ അനാവശ്യമായിട്ട് സംസാരിക്കല്ലേ. അന്യഭാഷയിൽ ആത്മാവിലൊന്ന് ഫൈറ്റ് ചെയ്തേ. പരിശുദ്ധാത്മാവെ, അഗ്നി കത്തുന്നല്ലോ, അഗ്നി കത്തുന്നല്ലോ. Oh, in the name of Jesus Christ. Oribala Shatiri, Rohu Zaita Mohushialava, Robiha Rabaha Setala, Ramaha, Rokuza Tebaha Shabaha Zakena, Ribana Ratana Satana, Rikana Rateria, Parishudalmavi, Raha Zahura Bashandana, Uda Bahara de Digamazakana, Ria Dushibana, Rotame Nakuro Zaraka de Digada de Digamana Swakara, Diria, Rohushia Barahora de Digamana Swakari Andiri, Oh Agni 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 Haraba Shaman.
Shamana Gadadigamana Zakaraba, Rohoshiandiri, Viri Viri Barabaraba, Urabarabaraba, Shamana Godadigamana Zwaraga Deri Riba, Orika Baraba, Shamana Goda, Sandana Haspanaga Dirigamana, Shabalaka Dirigamana Sokaderi Godadigamana Zwaraga Deri, Parishudayat Mavi, Parishudayat Mavi, Parishudayat Mavi, oh Jesus Christ, Rimana Hadadigamana, Shabala Haramasiandiri, Hudadigamasiandiri, Arbina Rahazato, Regadiria, Shagadana Hudadigamana, Hudadigamana Zwaraga Deri, Orika Barahuda Dirigamana Swaraga Deri, Orababa Shamba Hazaragadiri, Shabana Ragadiri Hudadigamana Swakari Andiri, Ori Bihu Zafana, Riam Diri Hudadigamana Swakara Bashkarandiri, Rabana Saitana, Rasata, Rigamana, Shabana Huradil Hazar Hastiri Andiri, Parishudhat Mavi, Agni Vyabarikinalo, Ori Kabarava Shakarama Ziandiri, Shmana Hudadigamana, Rohusatara Siantiri, Husharahadiri, Rahasiantiria, Shihasadala Buru Shabarantiria, Parishudhat Mavi, Sato Ramasiantiri, Ishvena Digara Muladamatiri, Ishvena Digara Muladamatil, Ori Biri Hazafana Horamasiandiri, Jesus, Jesus, Jesus. അവനൊപ്പം തന്നെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന ഒരു വാക്ക് പറയുന്നു. ഇങ്ങനെ ഒരു വാക്ക് പറയാം, തോമസിന്റെ മകളായ ബിന്ദുവിനെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. തോമസിന്റെ മകളായ ബിന്ദുവിന്റെ മേലേക്ക് കർത്താവിന്റെ പ്രവൃത്തികളെ ഇപ്പോൾ സംഭവിക്കുന്നു പറയുന്നു. തോമസിന്റെ മോളായ ബിന്ദുവിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നു പറയുന്നു. ആ മോളുമായിട്ട് ആ വ്യക്തിയുടെ കുടുംബം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ കവർ ചെയ്യുന്ന ഒരു വാക്ക് ഞാൻ കാണുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തിന്റെ അകത്ത് സകല വിധമാകുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ് അവരുടെ മുമ്പിൽ നിൽക്കുന്ന സകല വെല്ലുവിളികളെയും ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ, അവരുടെ നിന്ദകളെ അങ്ങ് തുടച്ചു മാറ്റുന്നല്ലോ. അവർ ഈ ദിവസങ്ങളിൽ കർത്താവെ ഫലപുഷ്ടിയുള്ളവരായി തീരുവാൻ തക്കവണ്ണം യേശുവിന്റെ നാമത്തിൽ അവരുടെ സകല തടസ്സങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ആമേൻ പറഞ്ഞ ആ വ്യക്തി ഏറ്റെടുത്തോണോ കർത്താവ്. ഇന്ന് ഞാൻ പ്രാർത്ഥന സകല വിധമാകുന്ന പാരമ്പര്യ ശക്തികളും ഇന്ന് തകർന്നു മാറി ദൈവാത്മാവിന്റെ വലിയൊരു കവറിങ്ങിലേക്ക് വരിക. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അതെ അതെ, തോമസിന്റെ മകൾ ബിന്ദു ഞാനാണ്. ഇന്ന് സിസ്റ്റർ ആണതല്ലേ? ഇപ്പൊ എബ്രഹാം എന്ന് എഴുതിയേക്കുന്നത് എബ്രഹാം ഹസ്ബൻഡിന്റെ പേരാ. പപ്പായുടെ പേര് തോമസ് എന്നല്ലേ? ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് വലിയൊരു ഡെലിവറൻസിലേക്ക് തരുക. എന്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ആ പിതാവിന്റെ കാലഘട്ടത്തിന്റെ അകത്ത് ഞാൻ കേൾക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ച് നിങ്ങളുടെ ഭവനവുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഉള്ളത്തിൽ വാക്ക് കേൾക്കുക. പലപ്പോഴും നന്മകൾ മുമ്പിൽ വന്നിട്ടും തട്ടിത്തെറിപ്പിക്കുന്ന അനുഭവം പിതാവിന്റെ കാലം മുതലുള്ള ഒരു അനുഭവമാണ്. ഇന്ന് തലമുറയിലേക്കും അത് കയറിക്കൂടി അത് മുന്നോട്ടുള്ള ഭാവിയിലേക്കെല്ലാം എത്ര നന്മയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ നോക്കിയാലും അത് മൊത്തം ബ്ലോക്കായി പോവുക. പലപ്പോഴും അത് തടസ്സപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു മേൽത്തരമായ രീതിയിൽ പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി പോവുക. പുഷ്ടി പ്രാപിക്കുക. അങ്ങനെ വാക്ക് ഞാൻ കേൾക്കുക. കുടുംബത്തിന്റെ അകത്തുനിന്ന് പുഷ്ടി ഉണ്ടാകും യേശുവിന്റെ നാമത്തിൽ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു കാഴ്ച കാണുക. ഈ 3 പെട്ടിയുമായിട്ട് ആ കുടുംബത്തിന്റെ അകത്തുനിന്ന് ഒരു വ്യക്തി ദൈവാത്മാവിനാൽ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഇപ്പൊ 3 പെട്ടി പാക്ക് ചെയ്ത് ദൈവം ഒരുക്കുന്ന ഒരു നന്മയുടെ യാത്രയിലേക്ക് കർത്താവ് ഒരു കുടുംബത്തിന്റെ അകത്തുനിന്ന് ഒരു വ്യക്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാൻ എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു യേശുവിന്റെ നാമത്തിൽ. അതൊരു അനുഗ്രഹത്തിന്റെ യാത്രയാണ്. കർത്താവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. വാക്തത്വങ്ങൾ നിവർത്തിക്കുന്ന സമയമാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ സിസ്റ്ററെ. ആ ഡെലിവറൻസ് ഇപ്പൊ സംഭവിക്കുക. പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ കയറിക്കൂടിയത് ദൈവമക്കൾ ഇന്ന് നമ്മൾ ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിൽ അതിന്റെ മേൽ ഒന്നിനും അവകാശമില്ല. ഓ റബശാന്തിരി. ഇന്ന് കൈത്തണ്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണമേ. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിച്ചോണേ. ഇന്ന് ശരീരത്തിന്റെ മേൽ ഇന്ന് നിങ്ങൾ നിസ്സാരമായി കാണരുത്. കർത്താവിന്റെ അഭിഷേകം നിങ്ങളുടെ മുഖങ്ങളെ എല്ലാ രോഗദുഖങ്ങളെ ഒടിച്ചു കളയുന്നതാണ്. എല്ലാ രോഗ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുന്നതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് ചെക്ക് ചെയ്തേ കർത്താവെ. ഇന്ന് നോക്കിക്കേ, ഇന്ന് എന്താണോ കഴിയാത്തത് രോഗികളായി പറയുന്നവർ ഈ നിമിഷം മുതൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നോണം. എന്താണോ ഇതിന് മുമ്പ് നിങ്ങൾക്ക് കഴിയാത്തത്, ആ വേദന നിമിത്തം
ആ രോഗം നിമിത്തം എന്താണോ കഴിയാത്തത് യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചെയ്തു നോക്കണവേ. ഇപ്പോൾ തന്നെ ചെയ്തു നോക്കണേ, വെറുതെ ഇരിക്കരുത്, തിരിച്ചു മറിച്ചു ഒക്കെ ഒന്ന് നോക്കിക്കേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിന്റെ അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു, കർത്താവിന്റെ ദൈവ പ്രവൃത്തി അവിടെ സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം കർത്താവിനെ കാണിക്കുക. എസ് ആണ് ഷിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ദൈവം അയക്കുന്നതിന് കർത്താവിനെ കാണും. അതോടൊപ്പം തന്നെ ദൈവം എന്നെ കാണിക്കുന്ന ഒരു അടയാളം, ഈ ഓടിട്ട ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിൽ, അതായത് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത് ആ ഓടിട്ട ഭവനത്തിൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒരു ഓടിട്ട വീടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ നിലവിളികൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ആ നിലവിളിക്കകത്ത് ഈ കുടുംബത്തിന്റെ പേരും ഈ കുടുംബത്തിന്റെ അകത്തുള്ള വ്യക്തികളെയും ഇന്ന് വലിച്ചടിപ്പിക്കാൻ നോക്കുന്ന ഒരു അനുഭവം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ തലമുറയായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. ആ കുടുംബത്തിന്റെ മേൽ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ആമേൻ പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി സ്വീകരിച്ചു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സകല വെല്ലുവിളികൾ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഭവനമാണ് കാണുന്നത്. ഈ ചിലപ്പോൾ താമസിക്കുന്ന ഭവനം എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ മറ്റൊരു ഭവനം എനിക്ക് അറിയത്തില്ല, പക്ഷെ ഈ നിലവിളി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിന്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ടിരുന്ന നിലവിളി ഇന്ന് അതിൻ്റെ മേൽ കർത്താവ് അതിനെ ബ്രേക്ക് ചെയ്ത് മാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, ഇപ്പോൾ തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, ആ കുടുംബത്തെ അങ്ങ് തുറക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വാതിലുകളെയും അങ്ങ് തൊടുന്നല്ലോ. അതോടൊപ്പം തന്നെ ഉലഹന്നാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനത്തെ, ഒരു പിതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്തിൻ്റെ മേൽ ഇങ്ങനെ വ്യാപരിച്ച് നിൽക്കുന്ന ഒരു സംഭവം, അതിൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ സ്ഥലത്തിൻ്റെ കുറച്ചങ്ങോട്ട് മാറി ഇല്ലി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇല്ലി മുളയുള്ള ഇല്ലി, അതിങ്ങനെ കുറച്ചങ്ങ് മാറി, നമുക്ക് ആ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയാൽ, ഈ സ്ഥലം നിൽക്കുന്നിടത്ത് കുറച്ചങ്ങോട്ട് മാറിയാൽ ഇല്ലി നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഞാനത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ മേൽ നിങ്ങൾ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ അതിൻ്റെ മേൽ ഇന്നിങ്ങനെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നോട്ടം ഇട്ടേക്കുന്ന കാര്യം, അതിൻ്റെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ഞാൻ കാണുക. ഇത് തുടങ്ങിയ കാലം എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് അതിൻ്റെ അകത്ത് താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഇതിനകത്തൊരു ടെൻഡൻസി, ഇതെല്ലാം ഇട്ടേച്ച് പോകണം എന്നൊരു ടെൻഡൻസി എപ്പോഴും ആ ഭവനത്തിൻ്റെ അകത്ത്. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന മക്കളെ, നിങ്ങൾ അവിടെ വാഴും, നിങ്ങൾ ആ ഭവനത്തിൻ്റെ മേൽ വാഴും, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഫലപുഷ്ടിയുള്ളവരായി മാറും. ഇന്ന് ആ ഉലഹന്നാൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനം ഏതാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ സ്വസ്ഥത അവിടെ സംഭവിക്കുന്നല്ലോ, ദിവ്യ സമാധാനം ഇപ്പോൾ അവിടെ അനുഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ ഭവനം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. നിങ്ങൾ അവിടുന്ന് പോകുന്നതല്ല പദ്ധതി, നിങ്ങൾ അവിടെ ഫലം കായ്ക്കുന്നതാണ് പദ്ധതി. ഇന്ന് അത് തകർന്നു പോകുവാൻ, അത് കൈവശമാക്കുവാൻ നോക്കുന്ന സകലരും ലജ്ജിച്ചു പോകും. കർത്താവിലുള്ളവൻ നിലനിൽക്കുമെന്ന് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് സ്വീകരിച്ചോണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ഈ പ്രസീത എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. പ്രസീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വപ്ന എന്ന് പറയുന്ന ഒരു പേരുടെ കർത്താവിനെ കാണിക്കുക. പ്രസീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വപ്ന എന്നുള്ളൊരു പേരുടെ കർത്താവ് എന്നെ കാണിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണോ, ഏത് വ്യക്തിയുമായിട്ട് അത് റിലേറ്റ് ചെയ്തതാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സമാധാനത്തെ ദൈവം കൊണ്ടുവരും. നിങ്ങൾ എത്ര അലഞ്ഞിട്ട് നടക്കാത്തത്, എത്ര ശ്രമിച്ചിട്ട് നടക്കാത്തത്, പക്ഷെ ദൈവത്താൽ അത് പ്രസീതയുടെ ഭവനത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള സ്വപ്ന എന്ന് പറഞ്ഞ ഒരു പേരുടെ കസ്റ്റ ഞാൻ കാണുന്നുണ്ടല്ലോ. സ്വപ്ന ഫ്രണ്ട് അല്ലേ? ഇന്ന് യേശുവിന്റെ നാമത്തിൽ രണ്ടുപേരെയും ബന്ധപ്പെടുത്തി കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ നമ്മൾ അറിയാത്ത നന്മകളെ ദൈവം ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോ. ഓ ഹല്ലേലൂയ. അല്പനേരം വന്ന് അന്യഭാഷ പറഞ്ഞ് ബ്രദർ ഷിനു എന്ന് പറഞ്ഞ ആള് എന്റെ മോന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഷിനു ഷിനു അവന് PSC തരാന്ന് പറഞ്ഞിട്ട് 5 കൊല്ലമായി നടക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് അവൻ താമസിക്കുന്ന ഭവനമാണെന്ന് വേൾഡ് ജിമ്മാണ് ആള്. അപ്പം സർക്കാർ ജോലി തരാന്ന് പറഞ്ഞിട്ട് കുറെ നാളായി കൊടുക്കുന്നില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ വിവാഹം ഡൈവേഴ്സ് കേസിൽ പോവുകയാണ്. എന്റെ മോനെ കൂടെ പഠിച്ചതാണ്. ഞാൻ അവന് വേണ്ടി ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അവൻ താമസിക്കുന്ന ഭവനമാണോ അതോ മറ്റൊരു ഇങ്ങനെ ഒരു ഓടിട്ട എന്തോ സംഭവം ഉണ്ട്. നേരത്തെ വാർത്ത വീട് എടുത്തത് പെങ്ങൾക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു. അപ്പം പിന്നെ വേറെ അതിനോട് ബന്ധപ്പെട്ട വീട്ടിലാണോ താമസിക്കുന്നത് അറിയുന്നില്ല. കുറച്ച് ദൂരെയാണ് വീട്. എടുത്തിരുന്നു, അത് പെങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുന്ന കേട്ടിന്. ഇതിങ്ങനെ ഒരു ഓടിട്ട വീടിന്റെ പറഞ്ഞു. ബ്രദർ, ഈ പറഞ്ഞ ഷിനു എന്ന് പറഞ്ഞ ആ വിഷയം തന്നെ എന്റെ അയൽവാസി ഉണ്ട്. അതൊരു താമസിക്കുന്നത് വാർക്കൽ വീട്, പക്ഷെ അവരുടെ കുടുംബ വീട് താമസമില്ലാതെ ഓടിട്ട വീടാണ്. ഒരു കേസിലൊക്കെ പെട്ട് നിൽക്കുകയാണ്. അതാ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ വലിയൊരു ഓടിട്ട വീടാണ്. പക്ഷെ ഞാനതാ ചോദിച്ചത്, താമസിക്കുന്ന വീടാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു വീട് ഞാൻ കാണുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ വെല്ലുവിളി പോലെ നിലവിളി കേട്ടോണ്ടിരിക്കുക. കുറെ അവകാശവാദങ്ങളാണ് പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ പറയുമെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രവചന ആലോചന സ്വീകരിക്കുമ്പോൾ ദൈവം അവരുമായിട്ട് കണക്ട് ചെയ്യും. നമുക്ക് ഞാനൊരു തെളിവ് ഞാൻ പറയാം. പല ആൾക്കാരും ചോദിക്കും, കർത്താവ് ഇങ്ങനെ വെളിപ്പെടുമ്പോൾ ഞങ്ങൾ എങ്ങനെ പോയി അവിടെ പ്രാർത്ഥിക്കും, എങ്ങനെ പോയി സംസാരിക്കും? കാര്യം കർത്താവ് അടയാളങ്ങൾ വെളിപ്പെടുത്തുന്നു, ദൈവം നമ്മളുമായിട്ട് സൈനുകളെ വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, ഫിലിപ്പോസിനെ ദൈവം എടുത്തുകൊണ്ട് പോയി ഷണ്ണനായ ഒരു മനുഷ്യൻ, എത്യോപ്യ രാജ്ഞിയുടെ ഗ്രഹവിചാരകനായി നിൽക്കുന്ന അക്കൗണ്ടന്റായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. യശയ്യാപ്രവാചകന്റെ പുസ്തകം വ്യാഖ്യാനിക്കാൻ ആരുമില്ല. പക്ഷെ ദൈവം ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി കണക്ട് ചെയ്യുന്നത് കൊണ്ട്. അതേപോലെ ഒരാലോചന നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാണ്. നിങ്ങളിലൂടെ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ വേണ്ടി കർത്താവ് കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സിസ്റ്ററെ, ആ ഭവനം ഏതാണ്? ഈ പറഞ്ഞ പോലെ ഓടിട്ട്, അത് ഞാൻ പറഞ്ഞത് താമസത്തിൽ നിൽക്കുന്ന എടുത്ത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ വന്നു. കാര്യം ഞാൻ ആ വ്യക്തിയെ ആ ഭവനത്തിന്റെ അകത്ത് കാണുന്നുമില്ല, പക്ഷെ ഓടിട്ട വീടിന്റെ അകത്ത് നിലവിളി കേൾക്കുക. പക്ഷെ അതെന്തോ പാരമ്പര്യമായിട്ടിരിക്കുന്ന ശക്തികളാണ്. യേശുവിന്റെ നാമത്തെ ഞാനത് ബ്രേക്ക് ചെയ്യുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ വിടുതൽ കേസിലൊക്കെ പെട്ട് നിൽക്കുകയാണ്. ആ കുടുംബത്തെ മുഴുവൻ തകർക്കാൻ ആ വ്യക്തി നിഷ്കളങ്കനാണ്. അയാളെ കുരുക്കിയ കുരുക്കാണത്. യേശുവിന്റെ നാമത്തിൽ എല്ലാ കുരുക്കിന്റെ അകത്തുനിന്നും തമ്പുരാൻ വെടിവിക്കും കേട്ടോ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കേസ് കിടക്കുവാണ്. ഞാൻ പറഞ്ഞ ഷീനോട് അതേ സംഭവം തന്നെ സാറേ. ഏറ്റെടുത്തോട്ടോ. കർത്താവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, താങ്ക് യു ജീസസ്. ഈ സമയത്ത് ശരീരത്തിന്റെ മേലേക്ക് സൗഖ്യങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ വേദനകൾക്കകത്തുനിന്ന് മോചനം ലഭിച്ചവരുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തവരുണ്ടോ? ഒന്ന് അനുഭവിക്കുന്നവരുണ്ടോ? പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? പറഞ്ഞു. എന്തോ? ഇത് കേറുന്നത്. എന്റെ പേര് ആശ എന്നാ. എനിക്ക് കാലിന് ഭയങ്കര, ഇവിടെ തണുപ്പാണ് ബാംഗ്ലൂര്, ഭയങ്കര അതിവേദനയായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയിട്ട് അത് എന്നെ വിട്ടുപോയി. ഇപ്പൊ വേദന ഇല്ല, പൂർണ്ണ സൗഖ്യം. ഇത് വലിയൊരു ആദ്യമായിട്ട് കയറുവല്ലേ? ആദ്യമായിട്ട് കയറുക, ആദ്യമായിട്ട് കയറിയതാ. ഇത് വലിയൊരു അത്ഭുത. സൗകര്യം പറഞ്ഞു. ഇന്നത് വലിയൊരു അടുത്തൊരു തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഈ സൗഖ്യം വിട്ടുപോയി. ഓക്കെ, താങ്ക് യു. അന്നേരം എനിക്ക് കാല് താഴെ കുത്താൻ പറ്റില്ല. ഭയങ്കര വേദനയായിരുന്നേ പാസ്റ്റർ. അന്നേരം ഇടയ്ക്കിടയ്ക്ക് വിഷയം പറഞ്ഞേച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും വേദനയങ്ങ് കൂടി. ഞാൻ കരയുന്ന പോലായിപ്പോയി. പെട്ടെന്ന് തന്നെ വിട്ടുപോയി. കണ്ടോ? അത് രോഗമല്ലായിരുന്നു, രോഗത്തിന്റെ അകത്ത് വ്യാപരിച്ച ശക്തിയായിരുന്നു. അതാണ് അത് വേരോടെ പറഞ്ഞു പോയതാണ്. അത് മാത്രമല്ല, ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി. ഇപ്പൊ വേദന ഒട്ടുമില്ല.
ഒന്നുമില്ല. ഓ യേശു തൊട്ട് കേട്ടോ കർത്താവെ, സന്തോഷമായി. ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തിലേക്ക് ഇന്ന് മൂവ് ചെയ്യട്ടെ, ദർശനങ്ങൾ തുറന്നു വരട്ടെ, അസാധാരണമായ ആഴങ്ങളിലേക്ക് പോകട്ടെ കർത്താവ്. ഈ സൗഖ്യം ഒരു അടയാളമായി ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ ആ സൗഖ്യത്തോടു കൂടെ അവകാശം പറഞ്ഞു നിൽക്കുന്ന സകല വാദങ്ങളെയും ബ്രേക്ക് ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ ശോഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, ആത്മാവിൽ ശോഭിക്കട്ടെ. അനേക ഇടങ്ങളിൽ കർത്താവ് ഈ സൗഖ്യം ഒരു അടയാളമായും അത്ഭുതം ഒരു അടയാളമായി ദിവസങ്ങളിൽ ശുശ്രൂഷയുടെ അടുത്തൊരു ലെവലിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാകട്ടെ കർത്താവെ. ഞങ്ങളിപ്പോ കൽപ്പിക്കുന്നു, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. മറ്റാരെങ്കിലും ഇതേപോലെ സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ? നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ അലമാരിയിൽ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പ്രവചന അലമാരിയില് ഫയലിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിന്റെ അലമാരിയിൽ ഞാൻ മോളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. അവളുടെ ഫോട്ടോയും അതിനകത്തുണ്ട്. റെഡ് കളറിലാണോ? റെഡാണ്. പിന്നെ അവളുടെ കുടുംബക്കാരിലെല്ലാവരുമായിട്ടും വളരെ നിന്ന അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. ആരും സ്വന്തം സഹോദരി പോലും അവൾ അത്ര ഒരു മൈൻഡ് വളരെ അത് പഠിക്കാൻ കുറച്ച് ഇതായതുകൊണ്ട് വളരെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുകയാണ് എല്ലാവരും. ഇന്ന് സിസ്റ്റർ അതിനകത്ത് വലിയൊരു ഡെലിവറൻസിനെ കർത്താവ് ചെയ്യണം. ആ സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി യേശു. ആമേൻ ആമേൻ. അതോടൊപ്പം തന്നെ കർത്താവ് എന്റെ ഉള്ളത്തിൽ പറയുന്നു, പ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുവാണ്. പ്രകാശിന്റെ ഭവനത്തിന്റെ അകത്ത് ജൂൺ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി സംഭവിക്കുന്നതായിട്ട് കർത്താവ് പറയുന്നു. പ്രകാശിന്റെ ഭവനത്തിൽ ജൂൺ മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ആ വ്യക്തിയുടെ ഭവനം ഏതാണോ, ആ വ്യക്തി ഏതാണോ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. ആ കുടുംബത്തിന്റെ അകത്തുനിന്നും തടസ്സമായി നിൽക്കുന്നത്, ഓ യേശുവേ, ഇന്ന് അവിടെ വലിയൊരു ഡെലിവറൻസ് സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ആ ഭവനം ഏതാണോ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു നിമിഷം നമുക്ക് 1-2 സെക്കൻഡിലൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് 14-ാം തീയതി സൗദിയിൽ നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന അവിടെ ചെയ്യുവാൻ കുറച്ച് സഹോദരങ്ങൾ 3-4 പേര് മാത്രമേ ഉള്ളൂ, മതി. ആ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് സഹോദരങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുവാണ് ദേശങ്ങളുടെ മേൽ. അതുപോലെ തന്നെ എറണാകുളത്ത് നവംബർ 29 അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കുന്ന, അങ്ങനെ പല പട്ടണത്തിലും. അതിനെല്ലാം ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദേശങ്ങളെ പിടിക്കുവാൻ. എരിഹോ മുതൽ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനം ആ എരിഹോമിന് ചുറ്റും നടന്നപ്പോൾ അവരിന്ന് കർത്താവിന്റെ വചനങ്ങളെ ഉരുവിട്ടപ്പോൾ, കാഹളം ഊതിയപ്പോൾ, എരിഹോം ഇടിഞ്ഞതുപോലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന്റെ മേൽ വലിയ കൊയ്ത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കും. അഭിഷേകത്തിന്റെ അഗ്നി വെളിപ്പെടും. ഇന്ന് കർത്താവിന്റെ വലിയൊരു ഉണർവിന്റെ കാറ്റടിക്കും അവിടെ. അതുകൊണ്ട് അതെല്ലാം ഓർത്തി നിമിഷം അന്യഭാഷ പറഞ്ഞ കർത്താവേ, അന്ന് കർത്താവിന്റെ എല്ലാ അന്തരീക്ഷത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ നന്മ ഞങ്ങൾ കാണും. രാജ്യങ്ങളിൽ പടരുന്ന രീതിയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഉണർവിന്റെ കാറ്റടിക്കും. ഓ റബന ശംധനകർത്ത കൂടുന്നവരൊക്കെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ. ഓ ജീസസ്. ഹുറാബ ശമന ലൈമ ഹുറാബ സൈൻറ്റോ റിമെസ്കെറ്റേരിയ ലേസു ഹുറോബ ശലഹട ദരിഗമന റോ ശവഹട ദരിഗമന റോസിയാൻഡേരിയ റാത്തു മെഹസനാറിയാൻഡേരി അർത്ഥന റഗറ്റേരിയ ലെബെന്റേരിയ റാഹു ഷിയാൻഡേരി സാറു ഷിബിഹന ഹുഡമസിയാൻഡേരി ബുറുഹു ശലബ ഹസന റിയാമ സാറ്റു റതു റോതു ഷിമഹട ദഹസിയാൻ റുഹുഡ ബഹശവ ഹഡദരിഗമന ഹുഡദരിഗമന റുഹുഷിയാംദരിഗമ സകേനിയ ലദീരിയ റാകൂരിയ സോറോ ഠോഷ ബാഹസിയാൻതിരിയ പരിശുദ്ധാത്മാവി റമന ഹുഡദരി. അല്പനേരം അന്യഭാഷ വരവില്ലാത്തൊരു ഈ സമയത്ത് ആഗ്രഹിക്കുന്നവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. ആ ഒരു വാക്യം വന്ന് റിലീസ് ചെയ്തു. ഈ സാന്നിധ്യത്തിന്റെ അകത്ത് നിങ്ങളുടെ അകത്ത് വരുന്നത് പിശാചിന്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവാണ്. സംശയിച്ച് നിൽക്കാതെ റിലീസ് ചെയ്തു. അഭിഷേകത്തിന്റെ അഗ്നി വ്യാപരിക്കുന്നല്ലോ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഇന്ന് സഹോദരി പറഞ്ഞ പോലെ തന്നെ വേദനയാൽ ഭാരപ്പെട്ട ശരീരമാ. ആ വേദന വേരോട് പറഞ്ഞു പോയതുപോലെ ശരീരത്തിന് മേൽ രോഗങ്ങൾ വിട്ടുമാറുക. ദേശങ്ങളുടെ മേൽ സുവിശേഷവുമായിട്ട് ഓടട്ടെ, ദേശങ്ങളുടെ മേൽ സുവിശേഷവുമായിട്ട് ഓടട്ടെ. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനും
മോചിപ്പിക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടിവിച്ചയക്കുവാനും കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും. ബലേരിയ എല്ലാ കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നപ്പ കാറ്റടിക്കട്ടെ, അഭിഷേകത്തിന്റെ കാറ്റടിക്കട്ടെ. കർത്താവെ കുരുക്കിലായി നിൽക്കുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സാമ്പത്തിക കുരുക്കുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, സാമ്പത്തിക കുരുക്കുകൾ അഴിയട്ടെ. മിറക്കിൾ മണി റിലീസ് ആകട്ടെ. ഓ ഷബഹറബഹസറബന റഗസന റിയാന്ദിരി റഹസ പ്രാറ്റു മഹസാറഹറ്റേരിയ ഉറബിന ഹഡദിരി കമന സ്വകാരിയാന്ദിരി അർബിന റഹസത റമസാറഹറ്റേരിയ ബോറി ബീരി ഹാരോഷിയാല മൈരിയ റൂട്ട ബറ നേനെ ഹൂഡ ബബ റമസാറ്റു റമസിയാന്ദിരി ശകറ ശകല റകസ റമസിയാന്ദിരി. ഈ വീണയെന്ന് പേരുള്ള തലമുറയുള്ള വ്യക്തി ആരാ? വീണയെന്ന് പേരുള്ള തലമുറയുള്ള കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോന്നു. വീണയെന്ന് പേരുള്ള മകളുള്ള കുടുംബത്തിന്റെ മേൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന ആ ഭവനത്തിന്റെ മേലേക്ക് ഇങ്ങനൊരു വാക്ക് ഞങ്ങൾക്ക് നീ വാഴിക്കത്തില്ലെന്ന് പറയുന്ന സകല മേഖലയ്ക്കകത്തുനിന്നും ദൈവം വാഴിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇന്ന് വീണ എന്ന് പറയുന്ന മകളുള്ള കുടുംബം ഏതാണോ യേശുവിന്റെ നാമത്തിൽ പറയാൻ വേണ്ടി. എന്റെ മോള് വീണയാണ് ബ്രദറെ. വീണയല്ലേ സിസ്റ്റർ? ഞാൻ കേൾക്കുന്ന ഇങ്ങനെ വാക്ക് വീണ എന്ന് പറയുന്ന മോളെ വാഴിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മേഖലകളെ കർത്താവ് ഇന്ന് തുറക്കാൻ വേണ്ടി പോവാട്ടോ. ഓ യേശു, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് നിൽക്കുന്ന ഒരു ദുഷ്ടശക്തി ഇപ്പൊ അവിടുന്ന് മാറിപ്പോകുന്നൊരു കാഴ്ച ഞാൻ കേൾക്കുക. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറി കൂടിയതാണ്. ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. ആ പേര് പറഞ്ഞ് കയറി കൂടിയത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നിന്ന് വിട്ടു മാറുന്നതായിട്ട് പറയുന്നു. സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ ഇത് ഏറ്റെടുത്തോണേ. മറഞ്ഞിരിക്കുന്നതാണ്, അതിന്റെ പേര് പറഞ്ഞ് കയറി കൂടിയതാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. ആ തലമുറയുമായിട്ട് കുഞ്ഞമ്മയുടെ മോളെ പേര് വീണയാണ്. കുഞ്ഞമ്മ ഈ സൂമിലുള്ളതാണ് ബ്രദറെ, ചെറിയൻകീഴാണ്. ചന്ദ്രൻ എന്ന് പറയുന്ന വീണയുടെ കൊച്ചിച്ചനാണ്. ഇന്ന് ആ വ്യക്തി അവിടെ ഉണ്ടോ? ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ വ്യക്തി? അടുത്താണ് ബ്രദറെ വീട് താമസിക്കുന്നത്. ഇന്ന് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറി കൂടിയ സകല വിഷയങ്ങളും വീണയുടെ പേരിൽ നിന്നും വിട്ടുപോവാന്ന പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോ ഓ പരിശുദ്ധാത്മാവെ, കൃപ വ്യാപരിക്കുന്നല്ല. ദൈവാത്മാവ് തൊടുക ഇന്ന് ഭവനങ്ങളെ, ദൈവാത്മാവ് സ്പർശിക്കുക. അഭിഷേകത്തിന്റെ അഗ്നിയാൽ നുഖങ്ങൾ ഉടഞ്ഞ് മാറുന്നു. ഓ ജീസസ്, അസുഖമാണ് ബ്രദറെ. എന്റെ കുഞ്ഞമ്മയ്ക്ക് ഈ സൂമിലുള്ളതാണ്. നെഞ്ചുവേദനയും ശ്വാസമുട്ടും ചുമയും വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് കൽപ്പിച്ചു യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതല കുടുംബത്തിൽ സംഭവിക്കുക. രോഗശക്തികൾ വിട്ടുമാറുക, രോഗാത്മാക്കൾ വിട്ടുമാറുക, പൈശാചിക നുഖങ്ങൾ ഒടിയും. ഇന്ന് നിങ്ങൾ ലോകമെമ്പാടും പോയി യേശുവിന്റെ സുവിധ തയ്യാറാക്കി ഇന്ന് കർത്താവ് എന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളെയും ദൈവം ഉപയോഗിക്കും എന്ന് പറഞ്ഞാലും പറഞ്ഞു. നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടിവിച്ചയക്കുവാനും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഈ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് ആ കടൽ തീരം അടുത്തുള്ളൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ കടൽ തീരത്തിന്റെ അവിടുന്ന് ഞാൻ കാണുന്ന ഒരു കുറച്ച് ദൂരം നടന്ന് ഒരു വെള്ള മതിലുള്ള ഒരു റൗണ്ട്, ആ റൗണ്ടിന്റെ വഴി തിരിയുന്നത് അങ്ങനെയാണ്. റോഡിൽ നിന്നും ഒരു വെള്ള മതിലുള്ള റൈറ്റ് സൈഡിലോട്ടുള്ള ഒരു റോഡ് കയറി ആ വഴി നേരെ കയറി കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഞാൻ അവിടെ വീണ്ടും ഒരു റൈറ്റ് സൈഡിലുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട് ഈ കടൽ തീരത്തിന്റെ അടുത്തു നിന്നും കുറച്ച് മുമ്പോട്ട് വന്നതിന് ശേഷം ഒരു മെയിൻ റോഡാണ്. അവിടുന്ന് ഒരു വെള്ള പെയിന്റ് അടിച്ച മതിലുള്ള അവിടുന്ന് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ആ വഴി നേരെ ചെന്നിട്ട് വീണ്ടും റൈറ്റിലോട്ട് ചേർന്ന ഒരു ഭവനം. ഇതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. പലപ്പോഴും നിങ്ങൾ അവിടുന്ന് വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങുന്നത് നിരാശയോടെയും സങ്കടത്തോടെയാണ്. തിരിച്ച് ആ ഭവനത്തിൽ വരുമ്പോഴും നിരാശയോടെയും സങ്കടത്തോടെയാണ്. സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാനോ കിടക്കാനോ കഴിയാതെ വണ്ണം സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് ആ ഭവനത്തിന്റെ നോക്കിയിട്ട് കർത്താവ് പറയും, നിങ്ങളെ ദൈവം അവിടുന്ന് പറിച്ചു നടാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എപ്പോഴും ദുഃഖത്തിന്റെ ഒരു അന്തരീക്ഷം
സാക്ഷ്യമാണ് അവിടെ ഉള്ളത്. ഞാൻ ഈ പലപ്പോഴും കടലിൽ അവിടെ കാണാൻ കാര്യം, നിങ്ങൾ പലപ്പോഴും ഈ വഴി ഇങ്ങനെ പാസ് ചെയ്ത് ആ വ്യക്തി നിരാശയോടെ പോകുമ്പോൾ നിങ്ങൾ അവിടെ കുറേ നേരം നിൽക്കുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ. ആമേൻ പറഞ്ഞ ആ വ്യക്തി സ്വീകരിച്ചോണേ. കർത്താവ് മേൽത്തരമായ ഒന്നിലേക്ക് നിങ്ങളെ ഫലപുഷ്ടിയുള്ളതാ, ഇങ്ങനെ ഒരു വാക്ക് കർത്താവ് പറയാണ്, സന്തോഷത്തോടെ പറയാൻ തക്കവണ്ണം സാക്ഷ്യങ്ങളോട് കൂടെ ദൈവം അവിടുന്ന് നിങ്ങളെ പറിച്ചു നടും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ. അതോടൊപ്പം തന്നെ ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആ ഭവനത്തെ കാണിക്കുന്ന സമയത്ത് കണ്ണാടി വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഫോട്ടോ ആ ഭവനത്തിന്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുക. കണ്ണാടി വെച്ചുകൊണ്ട് തന്നെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുക. മരിച്ചുപോയൊരു വ്യക്തിയുടെ ഫോട്ടോയാണത്. ആ അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുടെ കുടുംബം ഏതാണോ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവ് ഇന്ന് ആ ഭവനത്തിന്റെ അകത്തേക്ക് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുവാണ്. ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ അകത്തു നിന്നും കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് തലമുറകളിലൂടെ ദൈവ ആ കുടുംബത്തെ മാനിക്കാൻ വേണ്ടി പോവാന്നാ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ ഭവനം ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവിന്റെ പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. അതെ പാസ്റ്റർ, എന്റെ കസിന്റെ ഹസ്ബൻഡ് ആണ് ഷിബു മരിച്ചുപോയി. അവരുടെ വീട്ടിൽ ആ ഫോട്ടോ വെച്ചിട്ടുണ്ട്, കണ്ണാടി. ഈ കണ്ണാടി വെച്ച വ്യക്തിയുടെ ഫോട്ടോയാ അത്? അതെ ഈ ഷിബു വ്യക്തിയുടെ കണ്ണാടി ഭവനം. വെച്ചത്. ഓ അതിനകത്ത് തലമുറകളുണ്ടോ സിസ്റ്ററെ? അവർക്ക് തലമുറയുണ്ട്, ഒരു ഉണ്ട്. മോനുണ്ട്. അവരിലൂടെ തമ്പുരാൻ മാനിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. ഷിബുവിന്റെ ഭവനത്തിൽ ഞാനതാണ് പ്രാർത്ഥിക്കാൻ പറ്റില്ല, കണ്ണാടി വെച്ചോണ്ട് ഈ പുള്ളിയുടെ തന്നെ ഫോട്ടോ ആയതല്ലേ? അതെ. ഓ യേശുവിന്റെ നാമം. എത്ര നാളായി മരണപ്പെട്ടിട്ട് ആ വ്യക്തി? ഒരു 4 വർഷമാണ്. ഓ ഇന്ന് ആ കുടുംബത്തോട് പറഞ്ഞു കേട്ടോ, ആ തലമുറകളെ ദൈവം ഇന്ന് മാനിക്കും. നിരാശപ്പെടരുത്. ആ തടസ്സമായ കുടുംബത്തിന്റെ അകത്ത് തകർച്ച പോലെ കയറിക്കൂടിയത് ദൈവം വിടിവിക്കാൻ വേണ്ടി പോകട്ടോ. നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിപ്പോ വീണ്ടും നമ്മൾ ഡെലിവറൻസ്, രോഗത്തിന്റെ മേൽ ഇന്ന് തടസ്സമായി നിൽക്കുന്ന രോഗശക്തികളെയൊക്കെ നമ്മൾ ഇന്ന് കൽപ്പിച്ച് പുറത്താക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, എനിക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച വേണം, എൻ്റെ കുടുംബത്തിന്റെ അകത്തൊരു ഉയർച്ച വേണം, ജോലി സ്ഥലങ്ങളിൽ വെല്ലുവിളികളായി നിൽക്കുന്ന അനുഭവങ്ങൾ, അതിനെല്ലാത്തിന്റെ അകത്തൊരു ഡെലിവറൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇന്ന് ഈ നിമിഷം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഒന്ന് തയ്യാറായി യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അന്തരീക്ഷം എല്ലാവരും എന്റെ ഭാഷ പ്രാർത്ഥിച്ച് ഇന്ന് ഈ നിമിഷം ഒരു നിമിഷം ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കേട്ട്, രോഗികളായി ഭാരപ്പെടുന്നവര് സ്വന്തം കൈയെടുത്ത് ശരീരത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ കൽപ്പിച്ചോണം. യേശു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കാൻ വേണ്ടി പോവാ. യേശു എന്റെ രോഗത്തെ വഹിച്ചു, യേശു എന്റെ വേദനകളെ അനുഭവിച്ചു. ഞാനിനി അനുഭവിക്കത്തില്ല. വേദന എനിക്കുള്ളതല്ല. രോഗം യേശു എടുത്തതാണ്, വേദന യേശു എടുത്തതാണ്, ദാരിദ്ര്യം യേശു എടുത്തതാണ്, നിരാശ യേശു എടുത്തതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന രോഗശക്തികൾ വിട്ടുമാറുക. എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ വിട്ടുമാറുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാജ്യങ്ങളുടെ മേൽ ഇനി വിസയുടെ പ്രോബ്ലത്തിൽ നിൽക്കുന്നവരുണ്ടോ എന്ന് കേട്ടു. രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കുമെന്ന് പറഞ്ഞോണം. വഴികളെ തമ്പുരാൻ തുറക്കും. ബൈബിളിൽ ദുഷ്ടന്റെ സമ്പത്ത് നീതിമാന്റെ അവകാശമാണെന്ന് പറഞ്ഞത്. ഇത് ദുഷ്ടൻ അനുഭവിക്കാനല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മ തുറന്നിരിക്കുന്നത്. ഇന്ന് ബൈബിൾ പറഞ്ഞ സമുദ്രത്തിലെ നന്മ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. യേശുവിന്റെ നാമത്തിൽ അന്യ ഭാഷയിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. O Rabasham Talamarahazian Terima, Raso Tabarahazian Terima, Sharasian Diri, Ruablav Santeria, Mashobra Teria, Zaitoro Yandiria, Riabo Shakana Baraga Zakateri Andiri, Albudam, Rama Santara, Kartava, deliverance, healing deliverance, Saukyamakana Kartavu, Yeshwin Namatil, Kalpikinapa, Pambagale, Telegale, Shatrubinda, Sagala Belate, Chavutuan, Yakala Rogate, Chavutanapa, Vedana.
ചവിട്ടുന്നപ്പ, ആ തടസ്സങ്ങളെ ചവിട്ടുന്നപ്പ, ദാരിദ്ര്യത്തെ ചവിട്ടുന്നപ്പ, വലിയ വിളികളെ ചവിട്ടുന്നപ്പ, രോഷമഹടതിരിയാന്തിരി, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും യേശുവിന്റെ നാമത്തിൽ ചവിട്ടുന്നപ്പ റാഷാൻ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം തന്നെ റാധാരാബശ്യാന്തിരി അത്ഭുതം, റിയാമ ശാന്തന, റിയാമ ഡെലിവറൻസുകൾ, റിബി ഹുഷിബാന റൈറ്റ മെസറ്റേരി ഓറബബബ ഔഷകബബ റിയാമോ സാക്കഡോ റിയാന്റി റിമ ശബഗടധറബഗടദിരിക ബറ ഉടദിരികമന റിയാന സന്തല റിയാമ സാന്തര 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 ഉടബന ഉടബറ ബശകല ബറഗസ തെരിഗമ സകറ്റല റിയാബ റിയാമ സൈറ്റോ റിബി ബിബി ഉടബബ റകമ ശബ ഉടദരികമന സകറബന ശമനഗടദിരികമ ഉടബൽ ഹറമസിയാന്തിരി യേശുവിന്റെ നാമത്തിലെ മുറിയാന്തിരി. അന്യഭാഷ വരവില്ലാത്തവർ ഭാഷ പറഞ്ഞു തുടങ്ങിക്കോ. റീബ റബ ശംതല സോറബോരോ ഷിയാറബ ഖിരിയ റാട്ടട്ടട്ടട്ട റിയാമ സൈറ്റോ റിയാമ സോറ്റെ ബേരെ ബേരെ റിയാബോ സാറോ ശിവഗട ബഹറബ ഗജിയാന്തിരിഗമ സകുരിയാന്തിരി ലേ റോ ഖിരി മസ്കേ റിരി റിബ റബ ബബ ഊറബ ഹശമ ഹടദഗ സിയാന്തിരി ശിമനോ ഡഗദൽ ഹനാസി ആന്തിരി റിബോ ശമനഗടദിരിഗന അർത്ഥന റാഖ മഹശ ലെബകെ റൊമൻസിയ ശബഹട ദിരിഗമ സാഖറോ ബനഹട ദിരിഗമന റോഷിയാന്തിരി ബിരിബിരി ബിരിബിരി മാർക്കോ ശമനഗട ദിരിഗി ദിഗിദിഗ റന്ദേ റാസോ ശിഗദനി ഹടദലി ഹനഹസി ആന്തിരി ഗിരിബിരി റഗദേ ഹീലിംഗ് അനോയിന്റിംഗ് ഹീലിംഗ് അനോയിന്റിംഗ് ഹീലിംഗ് അനോയിന്റിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സോ റോക്കോ സൈറ്റോ പ്രീ അഫേസെ ഷീഹോ ഫ്രൈസെ ബേനെ തലമുറകൾ ഉണ്ടായി വരിക. ഉദരം തുറക്കുക, ഉദരം തുറക്കുക യേശുവിന്റെ നാമത്തിൽ. തലമുറകൾ ഉണ്ടായി വരിക. ഓ റീബ ഹറബ സലാഹി ശിബ ഹുഡ ബന ഹസിയാന്തിരെ റിഹ നബ സെകെ ടെമെ ഷോസെ റിഗ ബന റിഗ ധേരി ഹുഡ ധേരി ഗമര ഹുഡാഷെ റാസോ ടബാരിയാൻ ടെരെ മസാഗറോ റിയാബ റൂമ ഹസാന ഹദാ ഹസിയാന്തിരി ശബ ഹുഡ ബഹസകെ ടെരെ ബെരെ ബെരെ. ഹീലിംഗ് 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 സൗഖ്യമാക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിലെ മഹൂറബന സിയാന്തിരി ശിബ ഹൗറബൻ ഹസതല ബ്രിയാന്തിരി ശബ ഡോറുകൾ തുറക്കട്ടെ, ജോലി മേലെ തുറക്കട്ടെ അപ്പ, ജോലി ജോലി നന്മകൾ നന്മകൾ തുറന്നു വരട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് റോഷക മനാസിയാന്തിരി റോസ ബ്രാഞ്ച് ഫ്രേറ്റ് ഫ്രേറ്റ് ഫ്രേസ് പെന റിയാദി ലഹുഡ ബഹൂറ മെന സെയിന്റ് ലഹസ്തി ശബഹൂറമ. നന്മ ഞങ്ങളുടെ അവകാശമാ, ഉയർച്ച ഞങ്ങളുടെ അവകാശമാ, അത്ഭുതം ഞങ്ങളുടെ അവകാശമാ, സൗഖ്യം ഞങ്ങളുടെ അവകാശമാ, വിടുതൽ ഞങ്ങളുടെ അവകാശമാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് റോസ ബഹറാസിയാന്തിരി ഷിഹല ബോറിസിയാന്തിരി റാസറ്റ ബൗസബ റൈറ്റ് മെസൈറ്റരി സോഫഹറ മഹസിയാറേഷ്യ റൂഹു ബറഹസറ്റരി മെനഹുറ റഹസിയാം ടെരി മെഷഹാഫസിയാന്തിരി റിയമന ഹുഷബന ഹഡദിര സാറ്റരി ജീസസ് റിഹബ സാറ്ററമ ഓ സബഹന ഹല മെഹസിയാൻ ടെലിമ ശകമന ഹുഡ തെരി കമ ഹുഡ ഭ ശബ ഹുഡ ബന ഹുഡ തെരി കമന റിഗ ബന ഹുഡ തെരി കമന ഹുഡ മനഹു ബഹസു ഫനഹു ശമഹു സനരി ശകദന റഗദര മിസ്കതരി റിയമന ഹു സാരിയാന്തിരി. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം, സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം. ഒന്ന് ചെക്ക് ചെയ്ത്, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത്. അതോടൊപ്പം തന്നെ സിബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവിന്റെ കാണിക്കുക. സിബി മൂന്ന് സഹോദരങ്ങളുള്ള ഒരു സിബി, അതായത് സിബിയെ കൂട്ടി 3 പേരെ ഞാൻ കർത്താവിനെ കാണിക്കുക. ഞാൻ അതിൻ്റെ അകത്ത് ഒരു മരിച്ചുപോയൊരു മാതാവിന്റെ ഫോട്ടോ ആ ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്നതും ഈ 3 സഹോദരങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അതിന്റെ തലയ്ക്ക് മീതെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇങ്ങനൊരു വാക്കിന് പറയാ, അവരെ 3 പേരെയും ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന മരണശക്തികൾ വിട്ടുമാറുന്നു പറയുന്നു. ആ സിബിയുടെ ഭവനം ഏതാണോ, ഇപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിൽ മരണശക്തിക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല ദൈവമക്കളുടെ ജീവിതം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സിബിയുടെ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത്ഭുതകരമായ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പറയാൻ വേണ്ടിയാണോ ഇഷ്ടം മ്യൂട്ട് മാറ്റിക്കുന്നത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ? ഈ പറയുന്ന 3 പ്രദേശ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഓ, ഞാൻ ഈ മരിച്ചുപോയൊരു മാതാവിന്റെ ഫോട്ടോ ആ ഭവനത്തിന്റെ അകത്ത് ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് അവരുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന സകല മരണശക്തികളെ ഞങ്ങൾ ഇപ്പോൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതകരമായ ഡെലിവറൻസിനെ കൽപ്പിക്കുന്നപ്പ, അത്ഭുതകരമായ ഡെലിവറൻസിനെ കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇതോടൊപ്പം തന്നെ രാജു എന്ന് പറയുന്ന ഒരു ഭർത്താവുള്ള ഒരു കുടുംബത്തെ കർത്താവ്, ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 ആൺ തലമുറകൾ ആ ഭവനത്തിൽ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. 2 ആൺ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് ഒരു കാഴ്ച കാണുന്നു. ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന എന്തോ ഒരു സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു സംഭവം വീടിന്റെ ഫ്രണ്ടിൽ, സർട്ടിഫിക്കറ്റോ മറ്റെന്തോ അങ്ങനെ അതിങ്ങനെ ഒരു ഫ്രെയിം പോലെ ചെയ്ത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അത് കയറി വരുന്ന ഹോളിൽ തന്നെ അത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഭവനം ഏതാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ഇതേപോലെ തന്നെ ചില സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട് കർത്താവിനുള്ളത്തിൽ പറയുന്നു, പേരുകളെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റോട് ബന്ധപ്പെട്ട് ദൈവപ്രവൃത്തികൾ അനുകൂലമായി വെളിപ്പെടാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. തലമുറകളിലൂടെ മാനിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് തമ്പുരാൻ പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ അനാവശ്യമായിട്ട് വർത്താനം പറയുന്നവര്, അനാവശ്യമായിട്ട് വർത്താനം പറയുന്നവരൊക്കെ ഒന്ന് ചാടിപ്പൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നവർ മാത്രം നിന്ന് ഇന്ന് ആലോചനയുമായിട്ട് പറഞ്ഞോ. ബ്രദറെ, എന്റെ പപ്പയുടെ പേര് രാജു എന്നാണേ. അപ്പൊ എനിക്ക് 2 ബ്രദേഴ്സ് ആണ് ഉള്ളത്. ഞങ്ങളുടെ വീട്ടിലും സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ ബ്രദേഴ്സിന്റെ ഒക്കെ ജീവിതത്തിൽ ജോലിക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുക. ബ്രദറിന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയൊരു അത്ഭുതത്തെ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ യേശുവിന്റെ നാമത്തിൽ ദൈവസാന്നിധ്യം അവിടെ ഉണ്ടാകട്ടെ, ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടി ചുരുങ്ങി പോകുന്ന വചനം പറയുന്നു. ഞങ്ങളിത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ നന്മ കൊയ്യട്ടെ, നന്മ കൊയ്യട്ടെ, നന്മ കൊയ്യട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഞാൻ അതോടൊപ്പം തന്നെ ഞാനൊരു പാസ്പോർട്ട് കർത്താവിനെ കാണിക്കുന്നു. രാജ്യവും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു യാത്രയ്ക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ പാസ്പോർട്ടിന്റെ അകത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ കാഴ്ച കാണുക. സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച വ്യക്തിയുടെ പാസ്പോർട്ടാണത്. സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. 2017 എന്ന് പറഞ്ഞൊരു വർഷം ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുകയാണ്. 2017 അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ ഒരു പാസ്പോർട്ട് എടുത്ത് ബാഗിന്റെ അകത്ത് വെച്ച് അന്നത്തെ ദിവസം സങ്കടകരമായ ഒരു അവസ്ഥ, ഈ ബാഗിന്റെ അകത്തോട്ട് കയറ്റിവെക്കുന്ന ഒരു സമയത്ത് സങ്കടകരമായ ഒരു ദുഃഖവാർത്ത ഭവനത്തിൽ കേട്ടൊരു ഭവനമാണ്. 2017 വലിയൊരു ദുഃഖവാർത്ത ഭവനത്തിൽ കേട്ടു. പിന്നീട് ഒരിക്കലും നിങ്ങൾ അത് ട്രൈ ചെയ്തില്ല. അതിനുശേഷം പലവട്ടം ട്രൈ ചെയ്തു. പിന്നീട് ഞാൻ ഇപ്പോൾ ആ പാസ്പോർട്ടിന്റെ പൊസിഷൻ കാണുന്നത്, ഞാനിപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്, ഒരു ഫയലിന്റെ അകത്ത് കുറെ പേപ്പറുകൾക്കകത്ത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവറിന്റെ അകത്ത് ഇത് മാത്രം ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വേറെ ചില കാർഡ് പോലത്തെ ഡോക്യുമെന്റ്സുകൾ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഇതാ കാണുന്നത്. ആ കുടുംബത്തിന്റെ അകത്ത് ആ വ്യക്തി ഏതാണോ യേശുവിന്റെ നാമത്തിൽ ആ പാസ്പോർട്ട് എടുത്ത് പുറത്തു വെച്ചു, എന്നിട്ട് കൈയെടുത്ത് യേശുവിന്റെ നാമത്തിൽ വെച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, രാജ്യങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന ദൈവം അയക്കുന്നുണ്ട്. അബ്രഹാമിന്റെ തമ്പുരാൻ പറഞ്ഞു, നീ കൽദേറ പട്ടണമായ ഊരിൽ നിന്നും ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പം ദൈവം അയക്കുന്ന ദേശങ്ങളുണ്ട്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിനുവേണ്ടി എനിക്ക് ആ പാസ്പോർട്ടുമായിട്ട് ഇരിക്കുന്ന പൊസിഷൻ ഏത് വ്യക്തിയുടെ ഭവനമാണോ ആമേൻ പറഞ്ഞ് ഇപ്പോൾ തന്നെ അത് തുറന്നെടുത്ത് വെച്ച് നീ നാവ് നിയന്ത്രിക്കുക, നീ എൻ്റെ പ്രിയരെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ അങ്ങനെയുള്ളവർ മാത്രമേ വരാവുള്ളൂ. നിങ്ങൾ ആ ഫ്ലോ വെറുതെ നഷ്ടപ്പെടുത്തരുത്. എനിക്ക് ആ ഫ്ലോയിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ശ്രദ്ധ മാറ്റിവിടരുത്. യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ പറഞ്ഞു. പ്രകാശ് പറഞ്ഞില്ലേ, വീട് പ്രകാശ് വീട് ജൂൺ മാസത്തിൽ ജനിച്ച് പ്രകാശിന് ഞങ്ങളാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. ജൂൺ മാസത്തിൽ ജനിച്ച് ഞാനാണ് ബ്രദർ. സിസ്റ്ററുടെ ബന്ധപ്പെട്ടതാണോ വ്യക്തി? അതെ, നമ്മുടെ ബന്ധപ്പെട്ട നമ്മുടെ ഭർത്താവിന്റെ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കണം പറഞ്ഞ് പ്രശ്നമായിരുന്നേ. അപ്പൊ നമ്മളുടെ വീട്ടിൽ വന്നു. അപ്പൊ ഞങ്ങളാണ് അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് എല്ലാം നടത്തി കൊടുത്തു. അപ്പൊ നമ്മളോട് നല്ലൊരു സ്നേഹമാണ് അവർക്ക്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ. ഇന്ന് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അവിടെ അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഈ ഒച്ച വെക്കുന്നവരെല്ലാം ഞാൻ നാട്ടിൽ വരുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരുടെയും പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒച്ച വെക്കുന്നവര് ബഹളം വെക്കുന്നവരെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് സഹോദരങ്ങൾ കേട്ടോ. പറഞ്ഞു.
ബ്രദറെ എന്നെ മോളെ പറ്റി വീണേനെ പറ്റി പാസ്റ്റർ നേരത്തെ ബ്രദർ നേരത്തെ പറഞ്ഞു. എന്റെ മോളാണ്, സീമ നേരത്തെ പറഞ്ഞല്ലോ എന്റെ മോളാണെന്ന്. എന്റെ മോളാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞത് എന്റെ അമ്മാവന്റെ മകളുടെ ഭർത്താവാണ്. അവരെ മകളെ വീണനെ കല്യാണം കഴിച്ച ചന്ദ്രൻ എന്ന് പറഞ്ഞ അവന്റെ മകനും എന്റെ മോളെ വീണനെ കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. ഞങ്ങൾ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലാണ്, പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ അബുദാബിയിലായിരുന്നു കോട്ടാൻ പോണൊക്കെ മോള്. അപ്പൊ അവിടുന്ന് വിശ്വാസത്തിൽ വന്ന് അബുദാബി IPC ചർച്ചിലായിരുന്നു. അവിടുന്ന് വിശ്വാസം വന്ന് ഒരു ക്രിസ്ത്യൻ ഫാമിലിക്കിന്റെ ബ്രദറിൻ ഫാമിലിക്കിന്റെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇന്ന് ബ്രദറെ, ഇന്ന് ആ കുടുംബം വലിയ ദൈവപ്രവൃത്തിക്ക് നിങ്ങളുടെ ദൈവം കർത്താവ് ഒരുക്കുവാണ്. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറി വന്നതാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ മറ്റൊരു മതത്തിന്റെ പേരെടുത്ത് പറയരുതേ. കർത്താവ് എന്തായാലും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ശ്രദ്ധിച്ചോണെ, അന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കയറി കൂടിയത് സകലതും യേശുവിന്റെ നാമത്തിൽ. നമുക്ക് അതിന്റെ മേൽ നമ്മളെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് അവരുടെ നടുവിൽ തമ്പുരാൻ നിങ്ങളെ മാനിക്കുമെന്നാണ് പറഞ്ഞത്. ആ കർത്താവ് വെളിപ്പെട്ടത് ആ പേര് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രാർത്ഥന കയറുന്നുണ്ട്? ചാവക്കാട് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്ന് സൂമിൽ ആരെങ്കിലും ഉണ്ടോ? അതോ ലൈവിൽ എനിക്ക് അറിയത്തില്ല. ഞാനൊരു റെയിൽ മമ്മി അവിടുത്തെ ഈ റെയിൽവേ ട്രാക്ക്, അതായത് ഒരു റെയിൽവേ ട്രാക്കിന്റെ അവിടെ നിന്ന്, അതായത് ട്രെയിനിന്റെ ശബ്ദം അവിടെ കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ സ്ഥലം വിറ്റ് കളഞ്ഞു. അവിടെ നിങ്ങൾ അവിടെ നിന്ന് മാറി കുറെ നാളെ മുമ്പ് അവിടുന്ന് മമ്മിയുടെ അപ്പച്ചനും അമ്മയൊക്കെ മരിച്ചപ്പോ അവരവിടുന്ന് മാറിപ്പോയതാ. ഓ സ്വത്രം. ഇൻ ദ നെയിം ഓഫ്. എത്ര നാൾ മുമ്പ് നടന്ന സംഭവം? അത് മമ്മിയുടെ ചെറുപ്പത്തിലെ അപ്പച്ചനും അമ്മയും മരിച്ചു. അപ്പൊ അവരവിടുന്ന് വീടൊക്കെ വിറ്റ് അവിടുന്ന് പോയി. ചാവക്കാട് നിന്ന് മാറിയതല്ലേ? ഞാനത് ആ കുടുംബത്തെ കർത്താവ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണിക്കുവാണ്. ആ കുടുംബത്തിന്റെ അകത്തുള്ള തലമുറകളുടെ എല്ലാത്തിന്റെ മേൽ ആ ഒരു കാലഘട്ടം മുതൽ നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറം അവരുടെ ജീവിതത്തിന്റെ അകത്ത് സ്വസ്ഥത കൊടുക്കാതെ നിൽക്കുന്ന ഒരു മേഖല, അത് ഈ പിതാക്കന്മാരുടെ കാലം മുതലുള്ളത്. ആ ഒരു ഭവനത്തിന്റെ അകത്തു നിന്നും ആരംഭിച്ചത് വിറ്റുപോയിട്ടും അതിങ്ങനെ ഫോളോ ചെയ്യുന്നത് അനുഭവമായിരുന്നു, ഫലം കായ്ക്കാതെ. പക്ഷെ കർത്താവിനുള്ളത്തിൽ പറയും, ഇന്ന് എവിടെ തുടങ്ങിയോ അവിടെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ മുറിക്കുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സകല കുടുംബത്തിന്റെ മേലും സകല തലമുറകളിലെ മേലും സ്പ്രെഡ് ചെയ്തത്. ഇത് കാലഘട്ടങ്ങൾക്ക് മുമ്പ് മറഞ്ഞിരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ ചാവക്കാടും റെയിൽവേ അതിങ്ങനെ സ്ഥലം അവിടെ നിന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. ഞാനത് പ്രാർത്ഥിക്കും, ആ സ്ഥലം ഇപ്പൊ കാണിക്കുന്നില്ല. പക്ഷെ അതിന്റെ അവിടെ നിന്ന് തുടങ്ങിയെന്ന് എന്നോട് പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, അവിടെ മുതൽ കയറി കൂടി ആ കുടുംബത്തിന്റെ അകത്ത് കർത്താവ് ഇന്ന് കയറിയതിനെ, ദുഷ്ടന്റെ ആശകളെ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 1993 ജനിച്ച ഒരു വ്യക്തിയെയും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തത് നീ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുമായിരുന്നു. ഇന്ന് അതിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. നന്മ കൊയ്യട്ടെ, നന്മ കൊയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു, സാമ്പത്തിക കുരുക്കുകൾ കയറിക്കൂടി തലങ്ങൾ വിൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ. ഓ യേശുവിന്റെ നാമത്തിൽ. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങൾ വിൽക്കേണ്ട രീതിയിൽ, ഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കുരുക്കിയിട്ട ചില മേഖലകൾ, ഇന്ന് കൈവച്ച മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ വ്യക്തികളുടെ മേലും കർത്താവെ ഇന്ന് കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തമുണ്ടായ എല്ലാ കുരുക്കുകളും അഴിയട്ടെ. ഓ റാബശംധിരിയ സാന്ററമസിയാന്ധിരി. ഇതിനകത്ത് ഇത് വെച്ചത് സ്ഥലം ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി. ഇവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ട് അത് എന്തോ ഒരു പ്രശ്നം പറഞ്ഞ ഞങ്ങളുടെ അടുത്തുനിന്ന് സ്ഥലം പോയി. ഇന്നത് എല്ലാത്തിന്റെ മേലും വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ നന്മ കൊയ്യട്ടെ, നന്മ കൊയ്യട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. സിസ്റ്ററെ, അത് 1993 വ്യക്തിയല്ല കേട്ടോ. എൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞത് വ്യക്തിയല്ല, ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. 1993 ഒരു കാലഘട്ടമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്, വ്യക്തിയല്ല കേട്ടോ. ഇപ്പൊ വീണ്ടും എന്നുള്ളത് 1993 ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ കാലഘട്ടം എന്നുള്ളത് ഭയങ്കരമായ ഭയങ്കര എന്താ പറഞ്ഞത്,
നമ്മുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമിനെ കാണിക്കുക. ഇതിന്റെ എല്ലാത്തിന്റെ ഭയങ്കര ശക്തിപ്പെട്ട് പ്രബലപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. വ്യക്തിയല്ല. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും എന്റെ ഉള്ളത്തിൽ ആ കാലഘട്ടമാണ് ശക്തിപ്പെട്ട് പ്രബലപ്പെട്ടത്. ഇന്ന് അതിന്റെ സകല ശക്തിയും ഉടച്ചു കളയുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് കർത്താവ് തലമുറകളുടെ മേൽ ശോഭ വെളിപ്പെടാൻ വേണ്ടി പോവുക. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും, ആ മാതാവിന്റെയും പിതാവിന്റെയും ഉള്ളത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന എല്ലാ ജനറേഷന്റെ മേലേക്കും ഇതിന്റെ ബ്ലെസ്സിങ്ങുകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അടുത്ത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. അപ്പൊ ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടി ചുരുങ്ങിപ്പോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ഓ ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവി, നന്ദി കർത്താവി. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു ആങ്ങള തൂങ്ങി മരിച്ച ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ വ്യക്തി ആ ഭവനത്തെ ഒരു സഹോദരനാണ്, പക്ഷെ അയാൾ തൂങ്ങി മരിക്കേണ്ട അവരവസ്ഥയിലേക്ക് പോയി. ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ വേഗത്തിൽ അയാളുടെ മനസ്സിനെയും ചിന്തകളെയും കവർന്നെടുത്ത് ആ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് ആ കുടുംബത്തിന്റെ അന്തരീക്ഷം കളഞ്ഞിട്ട് പിന്നെയും അവിടെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു അനുഭവം. ആ കുടുംബം ഇന്ന് അടുത്ത വ്യക്തി എന്ന് ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഒരു സംഭവത്തെ ഞാൻ ഇന്ന് കാണുവാണ്. ഇന്ന് വിശ്വാസി ഭയപ്പെടാനുള്ളതല്ല, വിശ്വാസി പ്രാർത്ഥിച്ച് അതിനെ വെട്ടുവാൻ നമുക്ക് അധികാരമുണ്ട്. ഇന്ന് ആ കുടുംബത്തിൽ ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് അനർത്ഥം ഒഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുമ്പോൾ കർത്താവ് ദുഷ്ടപിശാചിന്റെ നുകങ്ങൾ കുടുംബങ്ങൾ വിട്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഏത് വ്യക്തിയാണോ ഏത് കുടുംബമാണോ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. അടുത്തത് നീ എന്ന് പിശാച് നീ വാദിച്ചാൽ അതിനെ വെട്ടി നീക്കുന്ന ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഞങ്ങളതിനെ വെട്ടി നീക്കുന്നപ്പ കുടുംബത്തിന്റെ മേൽ വാഴ്ചയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നപ്പ. ഓ ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കർത്താവ് എന്നെ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കും. ഇങ്ങനൊരു അത് അമ്മച്ചിയുടെ വിളിപ്പേരാണ്, അത് ഒഫീഷ്യൽ നെയിമാണ് എനിക്കറിയത്തില്ല. കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത്. 3 തലമുറകളുള്ള ഒരു മാതാവിനെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ 3 തലമുറയ്ക്കകത്ത് 2 ആൺമക്കളും ഒരു പെൺ തലമുറയുമാണ് അമ്മച്ചിക്ക് മാതാവിനുണ്ടായിരുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സ്ഥലങ്ങൾ വിഭാഗിച്ച് കൊടുത്ത് മാറ്റി കൊണ്ടുപോയെങ്കിലും പിന്നെയും ആ സ്ഥലത്തിന്റെ പേര് നടക്കുന്ന ചില മല്ലുപിടുത്തങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ അടിത്തറയും സമാധാനത്തെയും കെടുത്തുന്ന രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അത് തലമുറകളുടെ മേൽ വിഷം പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഐക്യത കളയുന്ന, സ്വസ്ഥത കെടുത്തുന്ന, ജീവിതകാലം മുഴുവൻ തമ്മിൽ തല്ലിക്കുന്ന ആ ദുരാത്മ പ്രവൃത്തിയെ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ മാതാവിന്റെ ഭവനത്തിന്റെ അകത്തുനിന്നും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് കലഹം വിട്ടുമാറി ഒരു സൈനായിട്ട് കർത്താവ് കാണിക്കുന്നു. പെട്ടെന്ന് കാര്യങ്ങളെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം. പെട്ടെന്ന് സ്വസ്ഥത, പെട്ടെന്ന് ഐക്യത, പിന്മാറി നിന്ന് ചെതറി നിന്നതെല്ലാം ചേർത്ത് പെട്ടെന്ന് വരുന്ന ഒരു അടയാളം കർത്താവിനെ കാണിക്കും. ഇത് മനുഷ്യർക്ക് കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ അടയാളത്തെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു. ആ ഭവനം സ്വീകരിച്ചോണേ. യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. നന്ദി യേശുവേ. ആമേൻ പറഞ്ഞ ആ ഭവനം സ്വീകരിച്ചോണേ. ആ വ്യക്തികൾ സ്വീകരിച്ചോണേ. ദൈവം കർത്താവ് നിങ്ങളുടെ കണ്ണുനീരല്ല ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാനുള്ളവരല്ലാതെ ബാക്കി ആരും നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട കേട്ടോ. എല്ലാവരും മൈക്ക് മ്യൂട്ട്. ഇതിന്റെ അകത്ത് സൂമിലാണ് നിങ്ങളുടെ ആലോചന ഇടപെടുന്നത്. പറയാനായിരുന്നു. പറഞ്ഞു സിസ്റ്റർ. ബ്രദർ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു കൈപ്പത്തിക്ക് വേദനയുള്ളവരെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞ. കൈപ്പത്തിക്ക് വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് പൂർണ്ണ വിടുതൽ തന്ന് ഇപ്പൊ ഒട്ടും വേദന ഇല്ല സിസ്റ്റർക്ക്? ഒട്ടും വേദനയില്ല, ഒട്ടും വേദനയില്ല. ഓ യേശുവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി, അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഇപ്പൊ ആലോചന പറഞ്ഞില്ലായിരുന്നു തൂങ്ങി മരിച്ചെന്ന്. അത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരിയുടെ ആങ്ങളെയാണ് തൂങ്ങി മരിച്ച. ഒരാങ്ങളെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ആ സഹോദരി എന്റെ കൂടെ ജോലി ചെയ്യുന്ന അതിന്റെ ജോലി പോകുന്നൊരവസ്ഥ വന്നപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ
ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞു, ആ സഹോദരിയോട് ഞാൻ വചനം എല്ലാം പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ മാനേജരോട് ക്ഷമയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം തിരിച്ചു തന്നെ എടുത്തു. ആ സഹോദരിയുടെ ആങ്ങളെയാണ് ഞാനത് ഈ ഏറ്റെടുക്കുന്നത്. സഹോദരൻ ആങ്ങളെ മരിച്ചു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ ആ സഹോദരി പറഞ്ഞത് പുള്ളിക്കാരിക്ക് ആത്മഹത്യ ചെയ്യണമെന്നല്ലേ? ഇത് പിശാശിന്റെ ഇത് പിശാശിന്റെ തന്ത്രമാട്ടോ. അതാ ഞാൻ കാണിക്കുന്നത്. ആങ്ങളെ ആത്മഹത്യ ചെയ്തു. എത്ര പേര് കേട്ടോ എനിക്കറിയത്തില്ല. ആങ്ങളെ ആത്മഹത്യ ചെയ്തു, ഇനിയും അടുത്തയാളെ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സഹോദരി പറയണം, ആ കുടുംബത്തെ നോക്കിയിട്ട് സിസ്റ്ററെ പ്രാർത്ഥിച്ചോണെ, ആ മകളുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോണെ, അവളെ ദുഷ്ടൻ കൊണ്ടുപോകാതെ. ഇന്ന് ബൈബിൾ പറഞ്ഞ പോലെ യൂദയുടെ ഹൃദയത്തെ കവർന്നെടുത്ത്, ആ പത്രോസ്ലീഹ മാനസാന്തരപ്പെട്ടപ്പോൾ യൂദയുടെ ഹൃദയത്തെ കവർന്നെടുത്ത് അവനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയ പിശാശ് ഇന്ന് ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ പിശാശിന്റെ ശക്തി യേശു തകർത്തിട്ട് വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിലേക്ക് അധികാരം നിന്നിട്ടുണ്ട്. നിങ്ങൾ കൽപ്പിച്ച സിസ്റ്ററെ ആ മകളെ വിളിച്ച് എല്ലാ ദിവസവും കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ. അവളുടെ ഉള്ളത്തിലിരിക്കുന്ന ആ മരണ ടെൻഡൻസി, ആത്മഹത്യ ടെൻഡൻസി ആങ്ങളെ കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകാൻ നോക്കുന്നത് ദൈവമക്കൾ ഇപ്പോൾ അതിനെ വെട്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളെ കർത്താവ് അധികാരപ്പെടുത്തിയിരിക്കുന്ന ദേശത്തിന്റെ മേൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് പിശാശുക്കളുടെ ചവിട്ടിമതിക്കാനാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു പരിശുദ്ധാത്മാവേ. ഓ റബ ശംദ ഹസാറഹറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് ഈ സമയത്ത് അന്യഭാഷ. ബ്രദറെ ഒരു റോഷിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ അത് ഏറ്റെടുത്തായിരുന്നു. സെപ്റ്റംബറിൽ എല്ലാം ഒത്തിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ റോഷിനെ അവന്റെ ട്രാവൽ ചെയ്ത് തുടങ്ങുകയായിരുന്നു. അവന്റെ പാസ്പോർട്ടും അവന്റെ എല്ലാം, അവൻ അമേരിക്കയിൽ നിന്ന് പോവായിരുന്നു. അവന്റെ പാസ്പോർട്ടും എല്ലാം ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അവൻ ആകെ വിഷമിച്ചിരിക്കുക. ഒന്ന് പ്രാർത്ഥിക്കാം. റോഷന് സെപ്റ്റംബറിലാണ് പ്രാർത്ഥിക്കാൻ. അന്നേരം ഞാൻ ഏറ്റെടുത്തു. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ഒത്തില്ല. ഓ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ പാസ്പോർട്ട് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നപ്പോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോ ഇൻ ദ നെയിം ഓഫ് ജീസസ് നഷ്ടപ്പെട്ടത് മടങ്ങി വരട്ടെ. ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പോ വാക്തത്വം ഉള്ള തലമുറ വ്യക്തി നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ അത് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ 60 ദിവസത്തിന്റെ അകത്ത് അത് മടങ്ങി വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശു. ഈ സമയത്ത് ശരീരത്തിന്റെ മേലേക്ക് സൗഖ്യം അനുഭവിക്കുന്നവര് എത്ര പേരത് ചെക്ക് ചെയ്തിട്ട് സൗഖ്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞ് സൗഖ്യം 3-4 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. ഡോക്ടർ എനിക്ക് ആന്റിബയോട്ടിക് ഒക്കെ എഴുതി, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഞാനിപ്പം പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ ഒത്തിരി കുറഞ്ഞു, എല്ലാം പരിപൂർണമായിട്ട് എനിക്ക് മാറി. നന്ദി കർത്താവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവര്? ഹലോ പറഞ്ഞു ബ്രദറെ. കഴിഞ്ഞ 2 മാസം മുമ്പ് ബ്രദറെ എന്നോട് ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഞാൻ 32 വർഷം മുമ്പ് പിതാവ് മരിച്ചു. അതിനെ തുടർന്ന് ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു. പക്ഷെ ബാക്കിയൊന്നും പറഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഇപ്പൊ എന്റെ പിതാവ് മരണപ്പെട്ടത് പോയിസൺ എടുത്തായിട്ടാണ്. പക്ഷെ എനിക്ക് ഒരു 10-27 വർഷമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കരമായ അസ്വസ്ഥതകളും ഒന്നും പിന്നെ പഠനമൊന്നും നടന്നിട്ടില്ല. എല്ലാം തന്നെ അവിടെ വെച്ച് പാതി വഴിയിലെല്ലാം ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കത്തില്ല, ബുദ്ധിമുട്ടാണ്. രാത്രി മുഴുവൻ ദുസ്വപ്നങ്ങൾ കാണുക. പക്ഷെ അന്ന് ബ്രദർ 2 മാസം മുമ്പ് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അതിന്റെ ബാക്കിയൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ 32 വർഷം മുമ്പ് മരിച്ചു എന്ന് മാത്രമേ പറഞ്ഞു. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ സിസ്റ്റർ ഇന്ന് ഓരോ ആലോചന വെളിപ്പെടുമ്പോൾ ആ പിതാവിന്റെ കൂടത്തിൽ കയറി കൂടിയ അനർത്ഥം തലമുറകളെ പിടിക്കാൻ നോക്കുന്നതാണ് സിസ്റ്റർ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ സ്വപ്നങ്ങളാ. നേരം കർത്താവെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഇന്ന് പ്രിയമകളുടെ സ്വപ്നത്തിലൂടെ ചിന്തകളിലൂടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയ മനസ്സിനെ അറ്റാക്ക് ചെയ്യുന്ന സകല പിശാചിനെ ഇപ്പോൾ വെട്ടിവീഴ്ത്തുന്നപ്പ ദൈവീക സമാധാനം ഉണ്ടാകട്ടെ. കർത്താവെ പിതാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തലമുറയിലേക്ക് പകരാൻ നോക്കുന്നതിനെ ആത്മാവിൽ ഞങ്ങൾ അതിനെ വെട്ടി ബൗണ്ടറി കെട്ടിവിടുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിശ്ചയത് മേലാവരത്തിൽ കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടോ? പറഞ്ഞു. പറഞ്ഞില്ലേ ഒരു ഫയലിനകത്ത് പാസ്പോർട്ട് വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ?
സെപ്റ്റംബർ അതെന്റെ ഹസ്ബൻഡാണ്. സെപ്റ്റംബർ മാസത്തിലാണ് ജനിച്ചത്. പക്ഷെ നമ്മള് പുറത്തൊക്കെ പോകാൻ നോക്കിയെങ്കിലും നമുക്ക് കുറെ നഷ്ടങ്ങളൊക്കെ വന്നു. എവിടെ ഞങ്ങൾ അപ്ലൈ ചെയ്താലും ഞങ്ങൾക്ക് അവിടെ ഒത്തിരി നഷ്ടങ്ങൾ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഇപ്പൊ അങ്ങും അത് പൂട്ടി വെച്ചേക്കുന്ന പോലെ തന്നെ ഫയലിനകത്താക്കി വെച്ചിരിക്കുക. അതായത് നേഴ്സുമാരാണ്. അതായത് കുറച്ചു മുമ്പ് ഇടപെട്ട ആലോചന അല്ലേ, ഒരു ഫയലിന്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്ന അടയാളങ്ങളല്ലേ വെളിപ്പെട്ട സെപ്റ്റംബർ മാസത്തിലുള്ള പാസ്പോർട്ടാന്ന് പറഞ്ഞല്ലേ? അത് സിസ്റ്ററെ കൈയെടുത്ത് വെച്ചു. ഇനി അത് നിങ്ങൾ തന്നെ മാനസികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത്, പക്ഷെ ദൈവം ഇന്ന് തുറക്കാൻ വേണ്ടി പോവാണ്. കൈയെടുത്ത് വെച്ചു. ദൈവത്താൽ രാജ്യങ്ങളുടെ ഡോറ് തുറക്കാൻ വേണ്ടി പോകുന്ന യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കുന്നപ്പ കർത്താവെ, അതിന്റെ മേൽ ആ തടസ്സത്തെ വെട്ടി നീക്കി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, അഭിഷേക നുഖങ്ങളെ ഒടിക്കുന്നപ്പ, നന്മ നിറയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്വീകരിച്ചു. ഈ സമയത്ത് ശരീരത്തിന്റെ മേലൊരു സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തൊരു പറഞ്ഞു. കൈയുടെ ഇടത്തെ കൈക്ക് പെരുപ്പും വേദനയുള്ളവർക്ക് സൗഖ്യമാവെന്ന് പറഞ്ഞില്ല. എന്റെ കൈയുടെ ഇടത്തെ കൈയിൽ ഇതേണ് നരമ്പിന് വേദനയും പെരുപ്പും ഉണ്ടായിരുന്നു. അതിപ്പോ കുറഞ്ഞു പാസ്റ്റേ. കുറഞ്ഞെന്നാണോ മാറിയതാണോ സിസ്റ്ററെ? എത്ര നാളായിട്ട് സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇതിപ്പോ ഒരു കൊല്ലത്തിന് മേളിയായി. ഒരു കൊല്ലം മേലുള്ള വേദനയായിരുന്നു. ഇപ്പൊ വേദന ഇല്ല. ഓ യേശുവെ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു പറഞ്ഞു. ഇന്നലെ ഈ ശരീരം തീർത്ത് വരുന്ന ഒരു രോഗത്തിനെ പറ്റി ബ്രദർ പറഞ്ഞിരുന്നല്ലോ. അത് എന്റെ മോൾ തുഷാര എന്നാണ് പേര്. അത് 10 വർഷത്തോളമായി ബ്രദർ ഇത് സംഭവിച്ചിട്ട്. പല ഡോക്ടർമാരെയും കണ്ട് ഒരു സുഖമില്ല. കുറച്ച് ദിവസം അസുഖം മാറും, വീണ്ടും വരും. അങ്ങനെ ഒരുപാട് ദേവദാസന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല പള്ളികളിലും കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കുറവുമില്ല. ഇപ്പോഴാണെങ്കിൽ 91 കിലോ വെയിറ്റ്. ഇത് വീർത്ത് പൊട്ടും പോലെ തോന്നി. അപ്പൊ അജിത സിസ്റ്റർ പ്രാർത്ഥിക്കാം. സിസ്റ്റർ പല ദിവസവും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇടുപ്പ് വേദന വന്ന് ആ ഇടുപ്പിന്റെ വേദന പ്രാർത്ഥിച്ചപ്പം താഴോട്ട് ഇറങ്ങി. ഇപ്പൊ ഉപ്പുറ്റി വേദന. ആദ്യം തലവേദന വരും. തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുമ്പോ പിന്നെ വയറുവേദന ആയിരിക്കും. വയറുവേദന, അങ്ങനെ 100 അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഗർഭാശയത്തില് ചെറിയ കുരുക്കളുണ്ട്. അത് ഓപ്പറേഷൻ കഴിക്കണമെന്ന് പറഞ്ഞ് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അത് ആഹാരം കഴിക്കുന്നതുമില്ല. ഓട്സ് ഒക്കെയാണ് കഴിക്കുന്നത്. ജിമ്മിൽ പോവും, എക്സർസൈസ് ചെയ്യും, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണ് ഇന്നലെ ബ്രദർ പറഞ്ഞത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ, ആ മകൾക്ക് വിടുതലാകട്ടെ. അത് രോഗം, അത് ശരിക്കും പറഞ്ഞാൽ ആ മകളുടെ ശരീരത്തിലിരിക്കുന്ന രോഗശക്തിയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ദൈവം ഇടപെട്ട ആലോചനയാണല്ലോ ഡെലിവറൻസിനെ കൽപ്പിക്കുന്നപ്പ. ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ തന്നെ കർത്താവെ, ഇപ്പോൾ തന്നെ ആ മകൾക്ക് ശരീരത്തിന്റെ മേൽ വെയിറ്റ് ലോസ് ഉണ്ടാകട്ടെ. ശരീരം കർത്താവ് യേശുവിനകത്ത് കർത്താവിന്റെ പുഷ്ടിയിലേക്ക് വരട്ടെ. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ രോഗത്തെ പുറത്താക്കുന്നു, രോഗശക്തിയെ പുറത്താക്കുന്നു. ഈ നിമിഷം മുതൽ റിസൾട്ടിനെ കൽപ്പിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഒരു നിമിഷം കൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ അന്യഭാഷാ പ്രാർത്ഥന ആരും പറഞ്ഞല്ലോ പലയിടങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ. അത് മാത്രമല്ല, ഏപ്രിൽ മാസം നമ്മുടെ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് കേരളത്തിൽ നടക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ലൈവിൽ കാണുന്നവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ തയ്യാറാകുക. നേരിട്ട് നമുക്ക് കർത്താവിന്റെ നാമത്തിൽ അനുഭവിക്കുവാൻ ശുശ്രൂഷയിലേക്ക് ദേശത്തിന് വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കണ്ണൂർ, തിരുവനന്തപുരം, അങ്ങനെ പല ഇടങ്ങളിൽ നമ്മൾ പ്രാർത്ഥന വെക്കുന്നു. അപ്പോൾ ആ ഇടങ്ങളിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് പ്രാർത്ഥനകളെ ക്രമീകരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ എല്ലാവരും തയ്യാറാകുക. ഏപ്രിൽ മാസത്തിൽ അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ വരുന്നതായിരിക്കും. ഗ്രൂപ്പുകളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസുകളും ലൊക്കേഷനും ഒക്കെ വരുന്നതായിരിക്കും. അവിടെയുള്ള സഹോദരങ്ങളൊക്കെ ഒന്ന് ശക്തിപ്പെടുക. കർത്താവിന്റെ സന്നിധി നിങ്ങൾ ഓളുകളെ അന്വേഷിക്കുക. അത് മാത്രമല്ല, മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു ശേഷിപ്പ് വിതയ്ക്കുവാൻ വേണ്ടി മാറ്റിവെക്കണം. ഞാൻ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ഹോള് നമുക്ക് വേണം. ഏറ്റവും നല്ല അന്തരീക്ഷം വേണം. ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ മക്കൾ ഏറ്റവും ബെസ്റ്റിലിരിക്കണം. അതുകൊണ്ട് ഒരു നിങ്ങൾ ഇപ്പൊ തന്നെ ശേഷിപ്പുകൾ മാറ്റിവെച്ചോണേ. നിങ്ങൾ സാധാരണ നിങ്ങൾക്കറിയാം സഭകളിൽ വിതയ്ക്കുന്നുണ്ട്. പക്ഷേ ദൈവരാജ്യം, സുവിശേഷം അനേകങ്ങളിൽ എത്തണം. സകല ബന്ധനങ്ങൾ അഴിക്കുന്ന, രോഗികൾ വിടിവിക്കപ്പെടുന്ന സത്യസുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അതിനുവേണ്ടിയാണ് വിതയ്ക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ഒരു ശേഷിപ്പ് മാറ്റിവെക്കുക. അത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക.
ചെയ്യുക. മസ്റ്റഡ് എന്ന് പറയുന്ന നിർബന്ധമൊന്നുമല്ല, ഹൃദയത്തിൽ തോന്നുന്നവർ അങ്ങനെ അത് മാറ്റിവെക്കുക. കർത്താവിന്റെ നാമത്തിൽ ഇത് മാത്രമല്ല, ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. കർത്താവെ, ആ പട്ടണത്തിൽ ഞങ്ങൾ മാത്രം കൂടുന്നത് മാറ്റാകാതെ ആ ദേശത്ത്, ഇപ്പൊ തിരുവനന്തപുരത്തുള്ള തലമുറകൾ നശിച്ചു പോകുന്നവർ, സാത്താനെ ആരാധിക്കുന്നവർ, കർത്താവ് ഇന്ന് നാശത്തിലേക്ക് പോകുന്ന കുടുംബങ്ങൾ, തലമുറകൾ നശിക്കുന്നവരൊക്കെയും വിടുവിച്ചെടുക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ കർത്താവെ അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കും എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചോണം. അത് വലിയൊരു കർത്താവിന്റെ നാമത്തിൽ ചരിത്രമായി തന്നെ മാറണം. ദേശങ്ങളിൽ യേശു പറഞ്ഞതുപോലെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാൻ ദൈവം നമ്മളെ കണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. എല്ലാവരെ കൊണ്ടും ഞാൻ ഇവിടെ പ്രാർത്ഥിപ്പിക്കുന്നതായിരിക്കും. എല്ലാവരും തയ്യാറായി നിന്നോണം. നിങ്ങളുടെ മേൽ അടുത്തൊരു ശുശ്രൂഷയുടെ പകർച്ചയിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിന്റെ സുവിശേഷം പോലെ തന്നെ പോയി രോഗികളെ സൗഖ്യമാക്കുവാനും ദൈവരാജ്യം പ്രസംഗിപ്പാനും പീഡിതനെ വിടുവിച്ച ജോലി സ്ഥലത്തും എവിടെ ചെന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാകും. അങ്ങനെ നിങ്ങളെ പണിതെടുക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയെ ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തയ്യാറാകുക. നന്ദി കർത്താവെ. ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഈ ദിവസങ്ങളിൽ ഒരു കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് പോലെ 3-4 മാസവും നമുക്കുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവെ, ഞങ്ങളുടെ ആ കൂട്ടായ്മ കർത്താവ് യേശുവിന്റെ നാമത്തിലെ പട്ടണം അറിയണം. നമ്മുടെ പേരെടുക്കാൻ വേണ്ടിയല്ല, നമുക്ക് പ്രശസ്തി ആർജിക്കാൻ വേണ്ടിയല്ല, സുവിശേഷത്തിന് മാത്രമേ. ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, എത്രയോ കുടുംബങ്ങൾ ഇന്ന് കർത്താവ് ഡെലിവറൻസ് കൊടുത്തു. ആ വെളിപ്പെട്ടതെല്ലാ കുടുംബത്തിലെ തടസ്സങ്ങളെ തമ്പുരാൻ ഡെലിവറൻസ് കൊടുക്കുക. അതേപോലെ നിങ്ങളൊരു മുഖാന്തിരമാകട്ടെ. രോഗങ്ങൾ സൗഖ്യമാകുമ്പോൾ, ബന്ധനങ്ങൾ അഴിയുമ്പോൾ അതൊക്കെയും നിങ്ങളെ യേശു ഉപയോഗിക്കുവാണ്. അതിനുവേണ്ടി ഞാനൊരു മുഖാന്തരമായാൽ എനിക്ക് നന്മയുണ്ട്, ഞാൻ ഭാഗ്യവാനാണ്. അതിന്റെ പ്രതിഫലം സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. വേഗത്തിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. 6-ാം തീയതി മെസ്സേജ് പറഞ്ഞായിരുന്നു. ഒരു റോഷൻ എന്ന് പറഞ്ഞ ഡിസംബറിൽ ജനിച്ച മകനെ കൊണ്ട് വളരെ പ്രയാസമുള്ള ഒരാളെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്നൊരു വേക്കൻസി വന്നായിരുന്നു. പക്ഷെ വേക്കൻസി വന്നത് 30,000 രൂപ അങ്ങോട്ട് അടയ്ക്കാനാ പറയുന്നത്. അത് പഠിച്ചിട്ട് 3 മാസം കൊണ്ട് പഠിച്ചിട്ട് പിന്നെ തരാമെന്നാ പറയുന്നത്. നേരത്തെ ഒരു 60,000 രൂപ ഇതുപോലെ പോയി പാസ്റ്റർ 2 വർഷത്തിന് മുമ്പ്. കുഞ്ഞ് ഇപ്പൊ ഇതിന് ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇത് ഏറ്റെടുക്കണോ? ഇത് എടുക്കണോ പാസ്റ്ററെ? വേണ്ട സിസ്റ്റർ, നമുക്ക് ദൈവം തരുന്ന നന്മ എന്ന് പറഞ്ഞാൽ ഒരു കാശും നമ്മൾ മുടക്കേണ്ടി വരത്തില്ല. ദൈവം തരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നമ്മൾ കൊടുത്തിട്ട് മേടിക്കുമല്ല, നമ്മളിലേക്ക് നന്മയും കരുണ എത്തിച്ചേരും കേട്ടോ. വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാക്ഷ്യമായിട്ട് തമ്പുരാൻ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. വീട് വില, വസ്തു വില എല്ലാം പോയി, കടം കയറി, വാടക വീട്ടില്ല. ദൈവം ഒരു സാക്ഷിയൊക്കെ ഇഷ്ടം പറഞ്ഞോണം. കർത്താവ് എനിക്ക് ഭവനങ്ങളെ തരുമെന്ന് പറഞ്ഞോണം കേട്ടോ. ദൈവം ഭവനങ്ങളെ ഒരുക്കും. വാക്തത്വം കടപ്പുണ്ട് നമ്മുടെ മീതെ, ഭവനങ്ങൾ. അപ്പൊ ഈ ഭവനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവര് ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ വാക്ക് കിടക്കുക, ഭവനം തന്നെ വരും. അതിനുള്ള സമ്പത്തൊക്കെ തമ്പുരാൻ തരും. നമ്മൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ട, നമ്മളിലേക്ക് അത് എത്തിച്ചേരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞാട്ടെ ഈ സമയത്ത്. പറഞ്ഞു. ഇന്ന് ഒരു ഷെനുവിന്റെ കാര്യം പറഞ്ഞില്ല. എന്റെ മോന്റെ പേര് ഷെനുവാണ്. പക്ഷെ ഞങ്ങളുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഒന്നുമില്ല. വീട് ഓടിട്ട് വല്യപ്പൻ ഇരുന്ന് ആ മുറി മാത്രം ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ പൊളിച്ചു കളഞ്ഞായിരുന്നു. വല്യപ്പന്റെ ഇരുന്ന ആ മുറി മാത്രം ഓടിട്ട് അതുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഇടിച്ചു കളഞ്ഞിരിക്കുന്നതാ. അപ്പം എന്റെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മരിച്ചു പോയായിരുന്നു. അപ്പം ഹസ്ബൻഡ് മരിക്കുന്നതിന്റെ 2 വർഷം മുമ്പ് ഹസ്ബൻഡിന്റെ ഫാദർ മരിച്ചായിരുന്നു. അപ്പം അതിനും മുമ്പാണ് 2020 ഹസ്ബൻഡിന്റെ പേരിലുണ്ടായിരുന്ന വീതം എന്റെ പേരില് അങ്ങേര് എനിക്ക് എഴുതി തന്നായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് സെപ്റ്റംബറിൽ മരിച്ചു കഴിഞ്ഞ് ശവം അടക്കിയിട്ട് വന്ന് കഴിഞ്ഞ ഉടനെ മകൻ പറഞ്ഞു, ഇത് സ്ഥലത്തിന്റെ 1/3 എനിക്കൂടെ തന്നേക്കണം എന്നും പറഞ്ഞ് അങ്ങനെ പോയിട്ട് അവനന്നേരം അറിയത്തില്ലായിരുന്നു എന്റെ പേരിൽ എഴുതിയിട്ടുണ്ടെന്ന്. എന്നിട്ട് അവൻ കേസ് ഇപ്പം ഇഞ്ചക്ഷൻ ഓർഡർ ഒക്കെ കൊടുത്തു. പക്ഷെ കോർട്ടിൽ നിന്ന് എനിക്ക് വിൽക്കാമെന്നുള്ളതിന്റെ പെർമിഷൻ വന്നിട്ടുണ്ട്. വീണ്ടും ആ കേസ് ഇങ്ങനെ കിടക്കുന്നു. എനിക്ക് ആ സ്ഥലം വിറ്റാലേ കടങ്ങൾ. ഡെലിവറൻസ് ആണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ മകന് വേണ്ടി അടയാളം വെളിപ്പെടുത്തിയ ഭവനം ഏതാണോ, ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അത് വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കേട്ടോ. വലിയൊരു ദൈവപ്രവർത്തിക്കായിട്ട് കർത്താവ് ഒരുക്കും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കിൽ പെട്ടെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്റെ പേര് നിഷാദ് എന്നാണ്. ഞാൻ കുറെ നാൾ മുമ്പ് ബ്രദറിന് മെസ്സേജ് അയച്ചായിരുന്നു, ഒരു സാമ്പത്തികത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ട്. ദൈവം ഇപ്പൊ തന്നെ
അതിൽ നിന്നെല്ലാം റിക്കവർ ആക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ദുബായിലാണ് ഇപ്പോൾ ഉള്ളത്. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ സ്നാനപ്പെട്ടു. ദൈവത്തിന്റെ വലിയ അത്ഭുത സാക്ഷിയാക്കി മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ബ്രദർ, ഇതൊരു തുടക്കം മാത്രമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു കാര്യമാണ്. സ്നാനം എന്നുള്ളത്, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യവും കൂടെയാണ്. ഇനി അത് വലിയൊരു തുടക്കമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്, നീണ്ടു നിരന്ന് അതെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ വചനത്തിൽ ശക്തിപ്പെട്ടോണം ഓരോ ദിവസവും നിവർത്തി കർത്താവ് കാണും കേട്ടോ. ഗോഡ് ബ്ലസ് യു. തീർച്ചയായിട്ടും ഗോഡ് ബ്ലസ് യു ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു മിസ്റ്ററെ. സാക്ഷിയുള്ളവര് പെട്ടെന്ന് പറയണേ. പറഞ്ഞു. എനിക്ക് മസിൽ പെയിനായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റും, ഭാരപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഞാൻ മരുന്ന് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മരുന്ന് കഴിച്ചില്ല. ബ്രദർ പറഞ്ഞ സമയങ്ങളിലെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ച് അതിന് പൂർണ്ണ വിടുതൽ എനിക്ക് ദൈവം തന്നു. അതുകൂടാതെ എന്റെ കാലിന്റെ ഉള്ളടിയിൽ ചൂടാകുമായിരുന്നു. എനിക്ക് ചവിട്ടി നടക്കാൻ പറ്റൂല, ഭയങ്കരമായിട്ട് ചൂടാകുമായിരുന്നു. അത് ഞങ്ങളിപ്പോ ഈ കൈവച്ച് ഇന്ന് ബ്രദർ പറഞ്ഞപ്പോ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം കാലിന്റെ ഉള്ളടി ഐസ് കെട്ട പോലെ ആയി. ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യം എനിക്ക് യേശുവിന്റെ നാമം. എത്ര നാള് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? കാലിന്റെ അടി തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചയിൽ കൂടുതലായി. മറ്റേ വേദന മസിൽ പെയിൻ തുടങ്ങിയിട്ടോ? 1 മാസത്തോളായി. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇപ്പൊ പറഞ്ഞ അനുഭവം അവിടെ ഇല്ല അല്ലെ? മാറി. ഇപ്പൊ എനിക്ക് എന്ത് വെയിറ്റുള്ള എടുക്കാം, മസിൽ പെയിൻ ഒരു കുഴപ്പമില്ലാതെ മരുന്ന് കഴിക്കാതെ പൂർണ്ണ സൗഖ്യം തന്നു. കേട്ടോ, നിങ്ങൾക്ക് വെയിറ്റ് എടുക്കുന്ന ഒന്നും എടുക്കാൻ പറ്റത്തില്ല. മസിൽ പെയിൻസ് ആയിരുന്നു കാലിൽ. അതുപോലെ തന്നെ ഈ വെള്ളയിൽ ചൂട് അനുഭവപ്പെടുമായിരുന്നു. ഇന്ന് പ്രാർത്ഥനയിൽ 2 ഡെലിവറൻസ് കർത്താവ് കൊടുത്തു. ഇന്ന് ഇപ്പൊ ഒരു വേദനയില്ല. ഇപ്പൊ ദിവസം സാധനമൊക്കെ എടുക്കുമ്പോ ഇപ്പൊ വേദനയൊന്നും ഇല്ല. യേശുവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. കർത്താവ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി. ദൈവം കൊടുത്ത ഡെലിവറൻസിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും പറഞ്ഞു? ബ്രദർ, എന്റെ നീ റീപ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. എനിക്ക് കാലേ നീര് വരും. അപ്പം ബ്രദർ എപ്പോഴും പറയും വേദനയുള്ള കുറെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ വേദനയുള്ളവരെല്ലാം പൂർണ്ണമായി മാറിയ ദേഹത്ത് തൊട്ട് ആ സ്ഥലത്ത് തൊട്ട് പ്രാർത്ഥിക്കുക. ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ നോക്കിയിരിക്കും തോറും നീര് കൂടുക. നടക്കണ്ട, നല്ലതായിട്ട് മടക്കേണ്ട സമയമാണ്. പക്ഷെങ്കിൽ എനിക്ക് ആ നീര് വെക്കുമ്പോ അകത്തേതാണ്ട് ചുരുട്ടി വെച്ചേക്കുന്ന പോലെ നീര് കൂടുക, എന്നെ കുളിരിടിക്കുക. പക്ഷെ ഞാൻ വിശ്വസിക്കുക കർത്താവ് എനിക്കൊരു സാക്ഷ്യം പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ അല്പം നമ്മുടെ ചെലവിനും മറ്റു കാര്യങ്ങൾക്കും വെച്ചിരിക്കുന്ന പൈസ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്തേ മതിയാവൂ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. പക്ഷെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പൊ സിസ്റ്ററെ പ്രാർത്ഥന വിഷയമാണോ സാക്ഷ്യമാണോ പറഞ്ഞത്? ഞാൻ സാക്ഷ്യമായിട്ടാ, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ അത് യേശുവിന്റെ നാമത്തിൽ കർത്താവെ നീര് വറ്റിപ്പോട്ടെ, ആ ബുദ്ധിമുട്ട് വറ്റിപ്പോട്ടെ. നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാനുള്ള വചനത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവ്, ആന്റിയുടെ മേൽ അധ്വാനിക്കുന്ന നന്മ മൊത്തം നഷ്ടപ്പെടുന്ന അനുഭവത്തെ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നപ്പ ഇതോടെ സൗഖ്യവും ബലവും നന്മയും നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സാക്ഷികൾ ചുരുക്കി പറഞ്ഞേ. സ്തോത്രം. എനിക്ക് ഒരു സാക്ഷ്യം, 2 സാക്ഷ്യമുണ്ട്. കാരണം എന്റെ കാലിന്റെ മുട്ടിന് ഭയങ്കര വേദന. എനിക്ക് വേണ്ട ഒരു 12 വർഷത്തോളമായി എന്റെ ഇടത്തുകാലിന്റെ മുട്ട് ഇങ്ങനെ നടക്കുമ്പോ കിട്ടിക്കുന്ന ഇങ്ങനെ ഒച്ച കേൾക്കുന്നു. അപ്പൊ നമുക്കൊന്നും നടക്കാനോ ഒന്നും പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ബ്രദർ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്തെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കും. 1-2 അങ്ങനെ 1-2-3 ആഴ്ച കൊണ്ട് ഒന്നും സൗഖ്യമായില്ല. പക്ഷെ മെല്ലെ മെല്ലെ ഇങ്ങനെ സൗഖ്യം. അപ്പൊ ഞാനിങ്ങനെ വിശ്വസിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കുഷ്ഠരോഗികൾ 10 പേരെ കർത്താവ് സൗഖ്യമാക്കി അവരെ അയച്ചു. എന്നാൽ അവർ പോകുന്ന വഴിക്ക് മാത്രമേ അവർ സൗഖ്യമാവുള്ളൂ. ഇൻസ്റ്റന്റ് സൗഖ്യം അവർക്ക് അന്നേരം ലഭിച്ചില്ല. അപ്പൊ ഞാൻ ആ വചനം എടുത്തെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് കർത്താവ് എന്റെ മുട്ടുകാരന് സൗഖ്യം. 12 വർഷമായിട്ട് ഉണ്ടായിരുന്ന വേദനയായിരുന്നല്ലേ സിസ്റ്ററെ? 12 വർഷത്തിൽ കൂടുതലായി ബ്രദറെ. 12 വർഷത്തിൽ കൂടുതലായി. അതുപോലെ തന്നെ എന്റെ പ്രഷർ ആണെങ്കിൽ 20 വർഷത്തിൽ കൂടുതലായി എനിക്ക് പ്രഷർ ഉണ്ടായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ ദിവസങ്ങളിൽ എന്തോ ഞാൻ നോക്കുമ്പോ എല്ലാം പ്രഷർ എനിക്ക് ലോയാണ്, ഭയങ്കര ലോയായിട്ട് ഇങ്ങനെ കാണിക്കുക. 115, 116, 60, 55 ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഓർക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പൊ 1 മാസമായിട്ട് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഡെയിലി രാവിലെ
രാവിലെയും വൈകിട്ടും ചെക്ക് ചെയ്യാൻ. പക്ഷെ എന്റെ പ്രഷർ എല്ലാം നോർമലാക്കി തന്നു കർത്താവ്. ഭയങ്കര ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ ഓരോ ദിവസം എന്റെ കർത്താവ് ചെയ്യുന്നത്. അതുപോലെ ഇതിനു മുമ്പ് ഞാനൊരു സാക്ഷി പറഞ്ഞു, എന്റെ കണ്ണിന്റെ മൂടല് ദൈവം എടുത്ത് മാറ്റിയെന്ന്. കാരണം അവിടെ ചെന്ന് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഒരു ലെറ്റർ പോലും എനിക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇതിന് സർജറി ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഞാനിങ്ങനെ കണ്ണിൽ എന്നും കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് അതിനുള്ള പണമില്ല കർത്താവെ അതെല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഓർക്കാൻ എത്ര പെട്ടെന്ന് കർത്താവ് തന്നെ എനിക്ക് വിടുതൽ തന്നെ, എനിക്ക് പൂർണ്ണമായി സൗഖ്യം കർത്താവ് തന്നെ. എനിക്ക് നല്ല കാഴ്ചശക്തി, 2 കണ്ണുകളും കാഴ്ചശക്തി. വായിക്കാനൊക്കെ പറ്റും. സാക്ഷി എനിക്ക് പറയാനുണ്ട് ദൈവത്തെ ദിവസം. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നു. ഞങ്ങൾ കുറച്ച് സ്ഥലം വിൽക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പല പ്രാവശ്യം ഇങ്ങനെ ഒത്തിരി പേരെ കൊണ്ടുപോയിട്ട് അതൊന്നും പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് അതൊന്ന് വിറ്റിട്ട് വേണം. ഇപ്പൊ ഞങ്ങളെല്ലാം റിട്ടയർ ആയി വന്നെങ്കിലും ഞങ്ങൾക്ക് കയ്യിൽ പയണമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ ഇപ്പം. അപ്പൊ അതിനുവേണ്ടി ഞാനും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇത് അത്ഭുതകരമാണ് സിസ്റ്റർ. അത് അത്ഭുതകരമായി തന്നെ അത് സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. നിങ്ങൾ 16 വർഷമായിട്ട് കാലിന് മുട്ടിന് പ്രശ്നമായിരുന്നു, അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ് സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രഷർ ലോ ആയിട്ട് നിൽക്കുമായിരുന്നു വർഷങ്ങളായിട്ട്. പക്ഷെ ഇന്ന് കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ കൂട്ടായ്മയിൽ ബലപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, പ്രത്യേകിച്ച് ഇത്രയും വർഷമായിട്ടുള്ള തേയ്മാനങ്ങൾ വേദനകളും ഒന്നും ജീവിതകാലത്ത് മാറാത്തതാണ്. പ്രത്യേകിച്ച് കണ്ണിന്റെ മങ്ങലൊന്നും അതൊന്നും ജീവിതത്തിന്റെ അകത്ത് ചിരിച്ചു കിട്ടുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷെ ഒരു സർജറിയും കൂടാതെ ഒരു മരുന്നും കൂടാതെ യേശു സൗഖ്യമാക്കിയിരിക്കുന്നത്. സിസ്റ്ററെ പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ ഈ രാജ്യത്ത് തിരിച്ചു വന്ന് ഞങ്ങൾ നന്മ കാണും. ഇവിടെ ഞങ്ങൾക്ക് ദൈവത്തിന്റെ നന്മ. നിങ്ങളെല്ലാവരും കേട്ടെ, ഇനി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടോ, ദൈവരാജ്യത്തിന്റെ നന്മകളെ ഉപയോഗിക്കുവാൻ പഠിക്കണം നിങ്ങൾ. ഞാനത് പലവട്ടം അത് നമ്മൾ ആത്മാവിൽ അത് ധ്യാനിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ സോഴ്സുകളുണ്ട്, നമുക്ക് നന്മയുടെ സോഴ്സ് ഉണ്ട്. ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ ഗ്യാരണ്ടി എന്തെന്നറിയാവോ? വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ വാരി വിതറി കൊടുക്കുന്ന എപ്പോഴാണ്? പ്രാവിനും കോഴിക്കും താറാവിനും ഒക്കെ അല്ലേ വാരി കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം കണക്കില്ലാതെ നമ്മൾ എറിയുന്നത് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വഴിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ നന്മ അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് അല്ലേ? കുറെ നന്മ അങ്ങനെ കണക്കില്ലാതെ കൊടുക്കണമെങ്കിൽ, അത് നമ്മൾ മനുഷ്യർക്ക് അത് കൊടുക്കണമെങ്കിൽ അതേപോലെ ദൈവം നിറയ്ക്കും. അപ്പൊ ദൈവത്തിന്റെ ഒരു സമ്പത്ത് കണ്ടിട്ടാണ് ദൈവം അത് പറഞ്ഞ. ദൈവ മക്കൾക്ക് അതുണ്ട്. അവിടെ ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, ആ വചനം പറഞ്ഞോണം, ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ വായ്പ മേടിക്കത്തില്ല. ഇത് പറയണം. ഇത് പറയുമ്പോൾ തന്നെ ആ ഫിനാൻസ് നിങ്ങളുടെ മേൽ ആക്റ്റീവ് ആകുകയും, ഇനി ചിലപ്പോൾ ജോലിയാണോ നിങ്ങൾക്ക് വേണ്ടത്, തമ്പുരാൻ തുറക്കും. ബിസിനസ് ആണോ, തുറക്കും. എവിടെയാണോ ഫിനാൻസ് നിങ്ങൾക്ക് വേണ്ടത്, കൊടുക്കുവാൻ. അതായത് ശേഷിപ്പ് വരുന്ന രീതി, കൗണ്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലെ നന്മകൾ നമുക്ക് ലഭിക്കും. അന്ന് ഇതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞോണം. ഗോഡ് ബ്ലസ് യു. സാക്ഷ്യമുള്ളവർ പിന്നെയും പറഞ്ഞാട്ടെ. പറഞ്ഞു. എന്റെ കണ്ണിനെ ചൊറിച്ചിലും വേദന ഉണ്ടായിരുന്നു. അത് ഞാന് എന്റെ ഈ ക്ലീനിങ് ലിക്വിഡ് എന്റെ കയ്യിൽ ആയിട്ടുണ്ടായി നേരെ ഒരു കുറച്ച് ദിവസം മുമ്പ്. അറിയാതെ ഞാൻ കണ്ണ് തിരുമ്മി കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് വേദന ഉണ്ടായി. ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പും കൂടി എന്റെ കണ്ണ് വെള്ളത്തിൽ കഴുകിയിട്ടാണ് പ്രാർത്ഥനക്ക് കൂടുന്നത്. ഇപ്പൊ അതിന്റെ ഇടക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി. ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. ഇല്ല. ഓ യേശുവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള പറഞ്ഞു. 13 വർഷമായി എനിക്ക് പൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥനയിലൊക്കെ കയറി ഞാനിപ്പോ നടക്കുകയും ചെയ്യും. എനിക്ക് ഒരാളെ സഹായം ആവശ്യമുണ്ട് പുറത്തോട്ടൊക്കെ പോകാൻ. ഞാൻ എങ്കിലും ഇപ്പൊ ഞാൻ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രദറെ, എനിക്ക് പൂർണ്ണ സൗഖ്യം വേണം ബ്രദർ. എനിക്ക് വേണ്ടി ഓ കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ കൊടുത്ത ആ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന പൂർണ്ണമാകട്ടെ. ഇപ്പം മാക്ക് കൊടുത്ത വ്യത്യാസം നേരെ നടക്കാൻ കഴിയത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ തന്നെ നടന്ന് അടുക്കളയിലോട്ടൊക്കെ പോകും. പക്ഷെ ഇന്ന് കൽപ്പിക്കുന്ന അപ്പൊ ഇനി അടുക്കളയിൽ നിന്ന് പുറത്തോട്ടിറങ്ങട്ടെ. പുറത്തോട്ടിറങ്ങി പാലിയിടങ്ങളിൽ പോയി യേശുവിന്റെ സാക്ഷ്യം പറയട്ടെ. സിസ്റ്ററെ ഒന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. ഞാൻ എല്ലായിടത്തും പോയി യേശുവിന്റെ സാക്ഷ്യം പറയും. ഞാൻ എല്ലായിടത്തും പോയി കർത്താവെ ഞാൻ സൗഖ്യത്തോടെ പോയി ദൈവരാജ്യം പ്രസംഗിക്കും. ഒറ്റ തീരുമാനം മതി. ആ കർത്താവ് നിങ്ങളെ ഭവനത്തിൽ നിന്ന് ഇപ്പൊ ഇറക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന അപ്പൊ വേദന കംപ്ലീറ്റ് ആയി പൂർണ്ണ സൗഖ്യത്തിലോട്ട് കൽപ്പിക്കുന്നപ്പ അത്ഭുതം 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 കൽപ്പിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്തോ എന്റെ 2 ദിവസം കൊണ്ട് ഈ വിരലില് ചൂണ്ടുവിരലിന് നല്ല വേദനയായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴ ആ വേദന കംപ്ലീറ്റ് മാറി. ഇപ്പൊ ഒട്ടും വേദനയില്ല, ഒട്ടുമില്ല. ആമേൻ. ഒരാഴ്ച കൂടെ ഉണ്ട്. 2 ആഴ്ചക്ക് മുമ്പ് ഷുഗർ നല്ല ഹൈ ആയിരുന്നു.
അപ്പൊ ഈ 2 ദിവസത്തിന് മുമ്പ് ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നോർമലായിരുന്നു, ഒരു കുഴപ്പമില്ല. കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുന്നതിനായി നന്ദി പറയും. നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാൻ 2 വർഷത്തോളമായി ഈ മീറ്റിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് കയറുന്നത്. കാരണം എനിക്ക് പറഞ്ഞ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലൊക്കെ ആയിരുന്നെങ്കിലും ദൈവമായിട്ടുള്ളതായ ബന്ധത്തെ കുറിച്ചുള്ളത് കർത്താവിന്റെ ദാസനിലൂടെ ഈ മെസ്സേജുകളിലൂടെയും പഠിപ്പിക്കലിലൂടെയും കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും എന്നോട് കൂടെ വസിക്കുന്നു എന്നുള്ളതായ സത്യമൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒത്തിരിയധികം അത് സന്തോഷവും വളരെയധികം സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായി. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ളതായ വചനം പറയുവാനൊക്കെ പലയിടത്ത് കടന്നു പോകുവാനൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കാലിന്, ഇടത്തെ കാലെന്ന് പറയുന്നത് വളരെ വേദനയാണ്. നിലത്ത് കുത്തുവാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, തൂക്കിയിടാൻ പറ്റില്ല, ഇങ്ങനെ നീട്ടി വെക്കുക എന്ന് മാത്രമല്ല ഉള്ളൂ. അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വളരെയേറെ വേദനയാണ്, പുകച്ചിൽ പോലുള്ള വേദനയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ പോകാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ സ്കാനിങ്, പല വിധത്തിലുള്ള സ്കാനിങ്, പിന്നെ ഞരമ്പുകളുടെ വിഷയങ്ങൾ, പിന്നെ എവിടെയൊക്കെയാണ് അസ്ഥിക്കാണോ, പിന്നെ ന്യൂറോ, പിന്നെ അതുപോലെ തന്നെ പല ഡോക്ടർമാരെ കണ്ട് പലയിടത്തേക്ക് അവർ റെഫർ ചെയ്ത് പോകും. അതിനുള്ളതായ സാമ്പത്തികമൊന്നും എനിക്കില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കുറച്ച് എണ്ണ എടുത്ത് ഇങ്ങനെ ദിവസവും തൂത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എന്റെ സമാധാനത്തിന്റെ ശിക്ഷ അവിടുന്ന് കർത്താവ് തന്റെ ശരീരത്തിൽ വഹിച്ചു എന്നുള്ളതായ വചനങ്ങൾ പറഞ്ഞ് എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അത് ക്രമേണ പൂർണ്ണമായ സൗഖ്യം കൊണ്ട് വന്നു എൻ്റെ കാലിന്. പിന്നെ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിരിക്കുന്ന ആരോഗ്യം കിട്ടി. എൻ്റെ കാലിന്റെ ഉപ്പുറ്റിയുടെ വേദനകൾ, മുട്ടിന്റെ വേദന, അത് തുടയുടെ ഭാഗത്തുള്ള വേദനകൾ, എല്ലാം ഞരമ്പിന്റെ വേദനകൾ പൂർണ്ണമായിട്ട് മാറി. അങ്ങനെ ആ വേദനയോട് ഇരിക്കുമ്പോൾ തന്നെ ആയിരുന്നു ഒരു 2-3 രോഗികൾക്ക് വേണ്ടി പോകുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ഞാൻ കടന്നുപോയി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ സൗഖ്യമായി, അവർക്ക് ആശ്വാസമായി. ഞാൻ കടന്നു വന്നതിന് ശേഷം എന്റെ കാലിന്റെ പൂർണ്ണമായി എനിക്ക് സൗഖ്യം കർത്താവ് തന്നു. ഇത് വലിയൊരു അത്ഭുതമാണ്. പ്രിയ ദേവസ്വം പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ സത്യവചനം കേട്ടപ്പം അതിനകത്തൊരു വലിയൊരു ആളിക്കത്തലുണ്ടായി. ആ വചനത്തിന്റെ വലിയ മർമ്മങ്ങളെ കർത്താവ് ഇന്ന് അറിയിച്ചു കൊടുത്തു. അത് മാത്രമല്ല, ശരീരത്തിന്റെ മേൽ ഇന്ന് വലിയൊരു സൗഖ്യത്തെ കർത്താവ് കൊടുത്ത വേദനകളിൽ നിന്ന് ദൈവം ഇപ്പോഴും ഓർത്തോണം. ഇന്ന് ആ ദിവസം പറഞ്ഞ പോലെ തന്നെ കർത്താവ് എന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ. അപ്പൊ ഞാൻ രോഗത്തിരിക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് ഇല്ല, പക്ഷെ എന്റെ ശരീരത്തിന്റെ സമാധാനത്തിനും സൗഖ്യത്തിനും യേശു വില കൊടുത്തതാണ്. അത് മാത്രമല്ല, അനേകർക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചു, അവരെയും വിടുതൽ കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. ഇത് പോരെ കേട്ടോ, ലോക രാജ്യങ്ങളിൽ പോകണം, പ്രായമോ സമയമോ ഒന്നും നമുക്ക് വിഷയമല്ല. പറഞ്ഞോണം, വാക്തത്വം അതാണ്. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് ഞാൻ സുവിശേഷം അറിയിക്കും, രോഗികളെ സൗഖ്യമാക്കും, ബന്ധിതരെ മോചിപ്പിക്കും, പീഡിതനെ വെടിപ്പിച്ചേക്കും. ഇതെപ്പോഴും പറഞ്ഞോണം, വലിയ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോണം കേട്ടോ. God bless you. God bless you. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായെങ്കിലും 2001 രക്ഷിക്കപ്പെട്ടതാണെങ്കിലും ഇന്ന് വരെയും എനിക്ക് അന്യഭാഷ എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ അതൊക്കെ ഒരു തമാശയാണ്, അത് എല്ലാവർക്കും ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എനിക്ക് ഇതുപോലെ പ്രാർത്ഥനയിൽ കൂടുകയും അങ്ങനെ അല്പമായിട്ട് ഒരു ചെറിയൊരു വചനം കിട്ടി. എന്നാൽ ഇപ്പോൾ അത് അന്യഭാഷയുടെ ആദ്യമേ ഒരു ഭാഷ കിട്ടി, അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ഭാഷയുടെ കിട്ടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രാക്ട് കൊടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ചർച്ചിന്റെ ഭാഗത്തൂടെ, ഈ യാക്കോബ പള്ളിയുടെ ഭാഗത്തുനിന്നാണ്, അങ്ങനെയാണ് അപ്പോഴത്തേക്ക് എന്റെ വായിലേക്ക് സുറിയാനി മുഴുവനും തിരിച്ചു പറയുന്നതായ, തിരിച്ച് കെട്ടുകളെ അഴിക്കുന്ന രീതിയിലുള്ളതായ ഒരു ഭാഷ കൂടെ എനിക്ക് ദൈവം എന്റെ നാവിന്മേൽ തന്നു. അതിനോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ അരമണിക്കൂറോളം അന്യഭാഷയിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ ദൈവം കൃപ. ഇത് വലിയ ഈ കൂട്ടായ്മയ്ക്ക് വലിയ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. സഹായിച്ച കർത്താദാസന്മാരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവേ. നമുക്കെല്ലാം ദേശത്തിന്റെ അകത്ത് കൂടണം. വലിയ സാക്ഷ്യമാണ് പ്രിയ ദേവദാസൻ പറഞ്ഞത്. കാരണം വെച്ചാൽ നിങ്ങൾ കേട്ടില്ലേ, കർത്താവിന്റെ സൗഖ്യം കൊടുക്കുകയും അന്യഭാഷയിൽ അത്ര അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളും അല്ലായിരുന്നു. പക്ഷേ അന്യഭാഷ പ്രാർത്ഥനയിൽ വലിയൊരു പകർച്ച കർത്താവ് കൊടുത്തു. ആ വരത്തെ ദൈവം തുറന്നു. ഇന്നത് ചെറിയ വാക്കുകളായിട്ടാണ് വന്നത്, പക്ഷേ ഇപ്പൊ അരമണിക്കൂറോളം അന്യഭാഷാപരം പ്രാർത്ഥിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് അഭിഷേകത്തെ നിറച്ചു.
നിങ്ങൾ ഈ ദിവസങ്ങളിൽ അന്യഭാഷ വരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമേ. ഈ ദിവസങ്ങളിൽ നമ്മൾ പട്ടണങ്ങളുടെ മേൽ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കേട്ട്. നിങ്ങൾ അന്യഭാഷാൽ പ്രാർത്ഥിക്കുമ്പോൾ അതും കൂടെ എടുത്ത് ഞാൻ പറയുകയാണ്, അന്യഭാഷാ പ്രാർത്ഥനകൾ വാഞ്ചിക്കണം. അത് നിങ്ങൾ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ കൈത്താങ്ങണം, അവരെ ബലപ്പെടുത്തണം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. വലിയ ദൈവികമായ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനിയും സഹായിക്കട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടിയാണോ? പറയാനല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങ് പ്രവർത്തിച്ച എനിക്കറിയാം. ഇതിന് ശേഷം കൂട്ടസൗഖ്യങ്ങൾ, ഇതിന് ശേഷം കാണുന്നവർ, യൂട്യൂബിലൊക്കെ കാണുന്നവർ, ലൈവിലെ കാണുന്നവർ കേട്ടെ, നിങ്ങളുടെ മേൽ വലിയ സൗഖ്യം കൽപ്പിച്ചോണം. ഈ ഡെലിവറൻസ് മീറ്റിംഗിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അസാധാരണമായ ഡോറുകൾ, ഇതിന്റെ റിസൾട്ടുകൾ കാണാൻ വേണ്ടി പോവാ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവാണ്. വലിയ നന്മ സാക്ഷ്യം പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ നോക്കുന്നത്? ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ബ്രദറെ, രണ്ട് വാക്കേ ഉള്ളൂ ഈ അന്യഭാഷ കിട്ടിയേക്കുന്നത്. എനിക്ക് കോഴിക്കോട് സംസാരിക്കാനായിട്ട് അനുഗ്രഹം വേണം. എളുപ്പ സിസ്റ്ററെ, അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോയിൻ ചെയ്തു, അതിന്റെ കൂടെ അങ്ങ് ഒഴുകിക്കോളും കേട്ടോ. ഞാൻ ഒറ്റ വാക്കിൽ അന്യഭാഷ പറയുന്നത്, പക്ഷെ നിർത്തിയില്ല. അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ പോയി ഇരുന്നിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന അന്യഭാഷയുടെ ഒഴുക്കിലേക്ക് പരിശുദ്ധാത്മ കൊണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രവചിക്കുന്നവരുടെ കൂടെ പോയിരുന്ന നമ്മളും പ്രവചിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഇരുന്നോ, അന്യഭാഷ വരം അങ്ങോട്ട് ജ്വലിക്കും, ഒഴുക്ക് അങ്ങോട്ട് ഉണ്ടാകും. കർത്താവ് നമ്മൾ ഈ ദിവസം ഓൾ നൈറ്റ് പ്രെയർ ഒക്കെ നമ്മൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ട്. അതിലൊക്കെ പങ്കുചേരണം. അതിൻ്റെ അകത്ത് വലിയ പകർച്ചയുണ്ടാകും. ദൂതന്മാർ നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിലേക്കുള്ള കർത്താവിന്റെ സാന്നിധ്യത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്യും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാർക്കും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഈ പറയാൻ ഉള്ളവരാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? ചിലർക്ക് മ്യൂട്ട് മാറ്റാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ നിങ്ങൾക്കത് ഓക്കെ ആണോ? ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് കർത്താവിന്റെ വേലയിൽ വിതയ്ക്കാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. പട്ടണങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ഈ ദിവസങ്ങളിൽ അന്യഭാഷാ പ്രാർത്ഥനകൾ പട്ടണത്തിന്റെ അകത്ത് ക്രമീകരിക്കുമ്പോൾ ഹോളുകൾ, ഓഡിറ്റോറിയങ്ങൾ, നമ്മൾ അതിനുവേണ്ടി ആളുകളുടെ എണ്ണം അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പം ഞാൻ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കൊല്ലത്തുള്ളവരൊന്ന് തയ്യാറാകാൻ പറഞ്ഞായിരുന്നു. ഞാനത് മീറ്റിംഗിന്റെ ആദ്യം പറയാൻ വേണ്ടി ഇരുന്നതാണ്, വിട്ടുപോയി. കഴിഞ്ഞ ദിവസം തന്നെ ഓർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ വേണ്ടി പ്രാർത്ഥിക്കണം. യുവാക്കളെ ദൈവം അവിടെ എണീപ്പിക്കാൻ വേണ്ടി പോവാണ്, വലിയ ജനറേഷനെ. അപ്പം കൊല്ലത്തുള്ളവര്, അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവര്, കൊല്ലത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തെ നിങ്ങൾ അന്വേഷിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ എടുത്തിരിക്കുന്ന ഹോളുകൾ, അതിന്റെ കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ, നമുക്ക് പ്രാർത്ഥിക്കുവാൻ ചുരുക്കിയ ആൾക്കാരുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഹോളുകൾ അന്വേഷിച്ചാൽ മതി. ഇത്തിരി വലുത് വേണ്ട. പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ചുള്ള ഹോൾ അന്വേഷിച്ചാൽ മതി. അതിനുവേണ്ടി കർത്താവ് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. ഇന്ന് വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ പുറകെ വരും. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച് പറഞ്ഞ്, ഞാൻ വായ്പ മേടിക്കത്തില്ല. മിറക്കിൾ മണി കാണാൻ വേണ്ടി പോവാ. ധനവും മാനവും പുരാതന സമ്പത്തും എനിക്കുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നപ്പോൾ പ്രത്യേകിച്ച് വരാൻ പോകുന്ന പ്രാർത്ഥനകളിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ഓഹരികളെ നിങ്ങൾ മാറ്റിവെക്കുക. ഹൃദയത്തിൽ തോന്നുന്നത് മാറ്റിവെക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഇനി ഹൃദയത്തിൽ ഒന്നും വരുന്നില്ലെങ്കിൽ കർത്താവ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ സാധാരണ പോലെ ചെയ്യുക. അല്ലെങ്കിൽ ഹൃദയത്തിൽ അവനവന് തോന്നുന്നത് കൊടുക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഈ മീറ്റിംഗിൽ കർത്താവ് എനിക്ക് വിതയ്ക്കുവാൻ ആഗ്രഹമുണ്ട്. ഈ സുവിശേഷം അറിയിക്കണം ലോകമെമ്പാടും. കർത്താവ്, ഇത് പിരിവല്ല, ബ്രദറിന് കൊടുക്കുവാന്ന് വിചാരിച്ച് ആരിലും കൊടുത്താൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ വിശ്വസിക്കുക, ഞാൻ ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്നു, സ്വർഗത്തിൽ അതിന് കണക്കുണ്ട്. എൻ്റെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോകാൻ ആർക്കും കഴിയത്തില്ല. ഇതിന്റെ പ്രതിഫലം എനിക്ക് തന്നെ കിട്ടും. ആർക്ക് കൊടുക്കുന്നുള്ളതല്ല, എവിടെ കൊടുക്കുന്നുള്ളതല്ല, നിങ്ങളുടെ വിശ്വാസം ദൈവരാജ്യത്തിലായിരിക്കണം. പലരും പറയും അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഈ കൊടുത്തു. അങ്ങനെയല്ല, ഞാൻ കർത്താവിന്റെ വേലയിലാണ് വിതയ്ക്കുന്നത്. അങ്ങനെയുള്ളവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ വാരി വിതറി കൊടുക്കുവാൻ നന്മയുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലയിലും യേശുവിന്റെ നാമത്തിൽ കർത്താവ് സാമ്പത്തിക കുരുക്കുകളെ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പോൾ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. കർത്താവിന്റെ സമൃദ്ധിക്കായി സ്തുതി. യേശുവിന്റെ അധികാരമുള്ള
നാമത്തിൽ തന്നെ വലിയൊരു ശേഷിപ്പിനെ കൽപ്പിക്കുന്നപ്പ, വലിയൊരു ശേഷിപ്പ് അവിടെ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പോകാം. ഇന്ന് ലൈവിലും സൂമിലും ഒക്കെ ജോയിൻ ചെയ്തവരെ ഓർത്ത് നന്ദി പറയുന്നു. അനേകർക്ക് കിട്ടുന്ന വചനങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഡെലിവറൻസ് പ്രയറുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ സാറ്റർഡേയിലും നമ്മൾ ഡെലിവറൻസ് പ്രയർ വെക്കുന്നുണ്ട് എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസങ്ങൾ മാറെങ്കിലും ശനിയാഴ്ച ഒന്ന് കുറിച്ചു വെക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ നടക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവരാണ് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9:30 നമുക്ക് സൂമിൽ പ്രാർത്ഥന നടക്കുന്നു. യൂട്യൂബിലായിക്കോട്ടെ, എല്ലായിടത്തും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ അതിൻ്റെ ലിങ്ക് കാണും പ്രയറിന്റെ. ഇല്ല എങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറുകളിലേക്ക് അല്ലെങ്കിൽ പ്രയർ ലൈൻ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ അവർ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ചില നമ്പറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് വരുന്നതായിരിക്കും. അത് നിങ്ങൾ യൂസ് ചെയ്യുക. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമെന്ന വചനം പറയുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഓടാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ